വേദിയിലുള്ള അഭിവന്ദ്യ പണ്ഡിത ശ്രേഷ്ഠർ, സ്നേഹമുള്ള മുതഅല്ലിം സുഹൃത്തുക്കൾ, സ്നേഹമുള്ള സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു ഈ വിശുദ്ധ സംഗമം അവന്റെ സ്വർഗത്തിലേക്കും കൂടി ഒരുമിച്ചിരിക്കാനുള്ള സ്വർഗമാക്കി അല്ലാഹു തീർക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഏവരുടെയും സദുദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവന്റെ പൊരുത്തത്തിൽ മരിക്കാനും അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ക്കൊപ്പം ബഹുമാന്യനായ സലാഹുദ്ദീൻ ഫൈലിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇർഷാദുൽ അനാം ശരിയത്ത് കോളേജിന്റെ വാർഷിക പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. വളരെ ബൃഹത്തായ ലക്ഷ്യത്തോടുകൂടെ കൃത്യമായ ചുവടുവെപ്പോടുകൂടെ മുന്നോട്ടു പോകുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ അതിന്റെ എല്ലാ ഗുണഫലങ്ങളും ഈ മഹൽ അനുഭവിക്കുന്ന വിധം അല്ലാഹു ഈ സംവിധാനത്തെ അല്ലാഹു ഉയർത്തി പെരുമാറാകട്ടെ. ഇത്തരം ശരിയത്ത് കോളേജുകളും സംവിധാനങ്ങളുമെല്ലാം നാടിന്റെ നാനാഭാഗത്തുണ്ടാവുകയും അത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു അഭിമാനകരമായ വലിപ്പമായി മാറുകയും ചെയ്യുന്നു എന്നത് അല്ലാഹു നമുക്ക് തന്ന ഒരു വലിയ പ്രധാന അനുഗ്രഹമാണ്. അത് ലോകത്തെവിടെയുമില്ലാത്തൊരു അതിശയമാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്നിരിക്കുന്നു എന്നതാണ്. ഒരുപക്ഷേ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇതുപോലെ കൃത്യമായി നടപ്പിലാക്കപ്പെട്ട പദ്ധതികൾ വിജയിച്ച ചരിത്രം വർത്തമാന ചരിത്രം എന്ന നിലയിൽ കേരളത്തിന് മാത്രം പറയാനാവുന്നതാണ്. അതൊരു അഹങ്കാരമല്ലെങ്കിലും അതൊരു അഭിമാനമാണ്. എന്തുകൊണ്ടെന്നാൽ അതിന് സംവിധാനിക്കാൻ സാധ്യമാകുന്ന ഒരു നേതൃത്വം നമുക്കുണ്ടായിരുന്നു. നിലവിലും ആ നേതൃത്വത്തിന്റെ ശക്തിവിശേഷമുണ്ട്. അതുണ്ടാക്കിയെടുത്ത ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ കീഴിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാ നിലയിലുമുള്ള അനുഗ്രഹങ്ങൾ മതവിദ്യാഭ്യാസ രംഗത്തോടൊപ്പം തന്നെ സാമൂഹിക രംഗത്തുണ്ടാക്കിയ സാംസ്കാരികമായ സംവിധാനങ്ങളുടെ വിജയങ്ങളും നമുക്കുണ്ടാക്കാൻ സാധിച്ചു. ഞാൻ സ്വയം പറയുകയല്ല, പക്ഷേ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഈ 4 മാസം മുമ്പ് അമേരിക്കയിൽ പോകാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റിന്റെ വസതിയാകുന്ന വൈറ്റ് ഹൌസിൽ ഇന്റർഫെയ്ത്ത് ഡയലോഗുമായി ബന്ധപ്പെട്ട്, അതായത് മതസംവാദവുമായി ബന്ധപ്പെട്ട്, മതാന്തര സംവാദവുമായി ബന്ധപ്പെട്ട് ആ സമ്മേളനത്തിൽ വെച്ച് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രാതിനിധ്യത്തോടുകൂടെ വന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയും ആ പ്രസ്ഥാനത്തിന്റെ വലിപ്പം പറയാൻ ഞാൻ പ്രധാനമായി ഉന്നയിച്ചത് 10,000-ഓളം മദ്രസകൾ നടത്തുന്ന സംവിധാനമാണെന്നാണ്. 300-ഓളം പ്രഗത്ഭരായ അറബ് പ്രദേശങ്ങളിലെ അക്കാദമിസ്റ്റുകൾ അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരിലൊരാൾ ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്, നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ? ആർ യു മിസ്റ്റേക്കൻ? നിങ്ങൾ ഈ പറഞ്ഞതെങ്ങാനും 10,000 എന്നത് 10 എന്ന് പറയാതെ 1000 ആയിരിക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ പറഞ്ഞു, അല്ല, 1000 അല്ല, 10,000 എന്ന് മാത്രമല്ല, 10,000 മദ്രസകളോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസ രംഗത്തും മതേതര വിദ്യാഭ്യാസ രംഗത്തും സർവകലാശാല വരെ നടത്താൻ സാധ്യമാകുന്ന വിധത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുള്ളത്. അതിന്റെ കീഴിൽ ഒരു സർവകലാശാല എന്ന നിലയിൽ ലോകമറിയുന്ന ഒരു സർവകലാശാല നടക്കുന്നു. ജാമിയ നൂരിയ അറബിയയും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ CIC എന്ന പേരിൽ വാഫി സംവിധാനവുമെല്ലാം നടക്കുമ്പോൾ
അതിശയകരമായ ഇസ്ലാമിക പ്രബോധന നവോത്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഞാനത് വിശദീകരിച്ചപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ശബ്ദം പുറപ്പെടുപ്പിക്കുന്നുണ്ടായിരുന്നു, വൗ ഇറ്റ് ഈസ് അമേസിംഗ്, ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് അതിശയവും അത്ഭുതവുമാണ്. അഭിമാനപൂർവം സമസ്തയുടെ കീഴിൽ നടക്കുന്ന ഈ സംവിധാനങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കണം. ഇതിലൂടെ ഒരു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെയാണ് കേരളീയ സമൂഹത്തിന് സത്യത്തിൽ ലഭ്യമാകുന്നത് എന്നുകൂടി നാം പഠിക്കണം. മതപ്രബോധന രംഗത്ത് മാത്രമായി കാലോന്നി നിൽക്കുന്ന ഒരു വിഭാഗമല്ല, മറിച്ച് ഈ മതത്തെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ പഠിപ്പിക്കാൻ സാധ്യമാകുന്ന വീക്ഷണബോധമുള്ള ഒരു ജനതയെയാണ് സംവിധാനിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിച്ചത്. മതവിദ്യാഭ്യാസ രംഗത്ത് മാത്രം നിന്നുകൊണ്ടായിരുന്നില്ല അത്. മതേതര വിദ്യാഭ്യാസത്തെയും കൂടി പഠിപ്പിച്ചു കൊടുക്കാൻ സാധ്യമാകുന്ന സംവിധാനം നമ്മൾ ഉണ്ടാക്കി. ഏറനാട്ടെ പാവം മാപ്പിളക്ക് മലയാളം പോലും കൃത്യമായി പറയാനാവില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ തിരുത്തിക്കൊടുത്തിട്ട് നിങ്ങളുടെ നിഘണ്ടുവിൽ ഇന്ന തെറ്റുകളുണ്ട്, അതൊന്ന് മാറ്റണം എന്ന് പറയാൻ തന്റേടമുള്ള ചെറുപ്പക്കാർ, യുവ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഇന്ന് വളർന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് അബ്ദുന്നൂർ ഹുദവി എന്ന ചെറുപ്പക്കാരൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ അധികാരികൾക്ക് എഴുതി, നിങ്ങളുടെ ഇന്ന പ്രധാനമായ വ്യാകരണ പശകുകളുണ്ട്, ആ വ്യാകരണ പശകുകളെ മാറ്റണം എന്നെഴുതാൻ. അങ്ങനെ അത് തിരിച്ച് താങ്കൾ പറഞ്ഞ ആ മിസ്റ്റേക്കുകൾ മുഴുവനും ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറയാൻ സമസ്ത പഠിപ്പിച്ചുവിട്ട സമസ്തയുടെ സംവിധാനങ്ങളുടെ വളർന്നു വന്നിട്ടുള്ള നമ്മുടെ ഈ പുതിയ യുവ പണ്ഡിതന്മാർക്ക് സാധ്യമാകുന്നു എന്നതിന്റെ മുമ്പിലാണ് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ അഭിമാനപൂർവ്വം പറയട്ടെ, ആ അടിത്തറയിലാണ് നിങ്ങളുമുള്ളത്. ആ അടിത്തറയിലാണ് മതവിദ്യാഭ്യാസത്തെയും സാമൂഹിക വിദ്യാഭ്യാസത്തെയും ഒരുമിപ്പിച്ചു നിർത്തണം. അതും രണ്ടും കൂടി ഒരുമിച്ച് പോകണം. അങ്ങനെ പോകുമ്പോ മതത്തെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ സാധ്യമാവുകയും ഇതര സമൂഹത്തോടുകൂടെ ഈ പരിശുദ്ധമായ മതത്തിന്റെ നന്മയെ, ഈ പരിശുദ്ധമായ മതത്തിന്റെ ധർമ്മത്തെ, ഈ വിശുദ്ധമായ മതത്തിന്റെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നടന്നു വന്നിട്ടുള്ള നന്മകളെ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധ്യമാവുക. ഈ മതം തെറ്റിദ്ധരിക്കപ്പെടുന്ന പല ഘട്ടങ്ങളുമുണ്ടായി. ഈ മതത്തെക്കുറിച്ച് പലരും പറഞ്ഞു ഇത് വാളിന്റെയും യുദ്ധത്തിന്റെയും രണോത്സുകതയുടെ ചരിത്രം മാത്രമുള്ളതാണെന്ന് പറയുമ്പോൾ അല്ലെന്ന് പറയുക മാത്രമല്ല, അല്ലെന്ന് തെളിയിക്കാൻ സാധ്യമാകണം. ഈ മതത്തെ അർത്ഥത്തിലല്ലാതെ തീവ്രവാദപരമായി അവതരിപ്പിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ തന്നെ ചെറുപ്പക്കാരെ കാണുമ്പോൾ ഇതല്ല മതം, മറിച്ച് മതത്തിന്റെ നന്മയും പാരമ്പര്യവും മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും താബിഈങ്ങളും താബിഉ താബിഈങ്ങളിലൂടെയും കടന്നുവന്ന ആ സുഹൃത പാരമ്പര്യത്തെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിനു സാധിക്കണമെങ്കിൽ ശരിയായ അടിത്തറയുള്ള മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മതേതര സമൂഹത്തോട് സംവദിക്കാൻ സാധ്യമാകുന്ന ഒരു ഭാഷയും അതിനാവശ്യമാകുന്ന വിജ്ഞാനവും വേണം. ഈ തിരിച്ചറിവിൽ നിന്നാണ് സമസ്തയുടെ അഭിവന്ദ്യരായ ഉലമാക്കൾ ഇത്തരത്തിലൊരു പരിപാടി തന്നെ സംവിധാനിച്ചത്. ഇന്ന് ദാറുൽ ഹുദയും CIC-യും പോലെ തന്നെ ജാമിയ നൂരിയയുടെ കീഴിൽ നിന്നുകൊണ്ട് ഇന്ന് ഏതാണ്ട് 40-ൽ ചിലുവാനും വരുന്ന കോളേജുകൾ വിശാലമായ അർത്ഥത്തിൽ ഈ തീരുമാനത്തോടുകൂടെ മുന്നോട്ടു പോകുമ്പോൾ കണക്കിൽ പെടാതെ നിൽക്കുന്ന മറ്റു തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെയും രണ്ടും പഠിച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാരാണെന്ന് പുറത്തു വരുന്നത്. ഇതാണ് കേരളം ഒരു അതിശയമായി നിൽക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം മതവിദ്യാഭ്യാസ രംഗത്ത് മാത്രമുണ്ടായതല്ല, ഇരു സംവിധാനങ്ങളിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മളത് മുന്നിലാണ്. ആ മുന്നിലെത്തുക വഴി നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു സമാധാനമുണ്ട്. ലോകത്തെ ഏതു ഭാഗവും ചിലരൊക്കെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പേരിൽ കടുത്ത ഭീഷണികൾ നേരിടുന്നൊരവസ്ഥയുണ്ടാകുമ്പോൾ ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ പലപ്പോഴും കലാപത്തിന്റെയും വർഗീയതയുടെയും പേരിലുണ്ടാകുന്ന ഭീഷണികൾ നേരിടുമ്പോൾ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞത് പാരമ്പര്യത്തിന്റെ വഴിയിലൂടെ നമ്മൾ ഇത് പഠിച്ചതുകൊണ്ടാണ്. പാരമ്പര്യമുണ്ടായതുകൊണ്ടാണ്. മതത്തെ അറിയേണ്ടത് പാരമ്പര്യത്തിലൂടെയാണെന്ന് പഠിക്കണം. മതത്തെ പുസ്തകങ്ങളിലൂടെ വായിച്ചവന് തെറ്റി,
മറിച്ച് അതിന്റെ പാരമ്പര്യത്തിലൂടെ വായിക്കണം, അതിന്റെ പാരമ്പര്യത്തിലൂടെ പഠിക്കണം. ശരിക്കു പറഞ്ഞാൽ ഇസ്ലാമിനെ ഇന്ന് കാണുന്ന ഒരർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ രണ്ട് രീതിയിൽ കാണേണ്ടി വരും. ഒന്ന്, പാരമ്പര്യാനുസൃതമായി മഹാരഥന്മാരായ സ്വഹാബത്തിലൂടെയും താബിയിലൂടെയും താബിയിലൂടെയും നമുക്ക് വന്നിട്ടുള്ള മതം. മറ്റൊന്ന് ഡോക്യുമെന്റ് ഇസ്ലാം എന്ന് പറയാൻ സാധിക്കുന്നത് പോലെ രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ പേരിൽ മാത്രം രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങളുടെ മതത്തെ അറിഞ്ഞ ഒരു പറ്റം ആളുകളുടെ മതം. അത് രാഷ്ട്രീയ ഇസ്ലാമാണ്. അത് ലോകത്തെമ്പാടും പ്രശ്നക്കാരാണ്, എവിടെ നോക്കിയാലും പ്രശ്നക്കാരാണ്. അതേസമയം മതത്തിന്റെ പാരമ്പര്യം എന്താ? മതത്തിന്റെ പാരമ്പര്യം വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും ഒറ്റക്ക് പോവാനല്ല അല്ലാഹു പഠിപ്പിച്ചത്, ഒറ്റക്ക് പോവാനല്ല. ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹും യഖ്തദിഹ്. ഉലൈകല്ലദീന ഹദല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് കൊടുത്തൊരു വിഭാഗം ആളുകളാണവർ. ഫബിഹുദാഹും യഖ്തദിഹ്, ആ പരിശുദ്ധമായ പാന്താവിനെയാണ് നബിയെ അങ്ങും പിന്തുടരേണ്ടത്. വിശുദ്ധ ഖുർആൻ അങ്ങും നബിയെ ആ മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ പാന്താവിലൂടെയാണ് അങ്ങ് സഞ്ചരിക്കേണ്ടത് എന്നാണ് ഖുർആൻ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഒറ്റക്ക് ഒരു മതത്തെ പരിചയപ്പെടുത്താൻ പറഞ്ഞില്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത് നബി തിരുമേനിയോട് പോലും പറഞ്ഞത് ഖുൽ ഇത്തബിഊ മില്ലത അബീകും ഇബ്രാഹീം, നിങ്ങൾ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാന്താവിനെ തുടരുക, ഇബ്രാഹീമിന്റെ പരിശുദ്ധമായ മാർഗത്തെ അവലംബിക്കുക, അവിടുത്തെ പരിശുദ്ധമായ ചര്യകളെയും അവിടുത്തെ ജീവിത പാരമ്പര്യത്തെയും തുടരുക. ഇത്തബിഉ മില്ലത അബീകും ഇബ്രാഹീം, ഇബ്രാഹീമിന്റെ പാന്താവ് തുടരുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് പ്രവാചകനിലെത്തുന്ന മതം സ്വഹാബത്തിനെ തുടരാൻ സ്വഹാബത്തിനോട് തന്നെ ആവശ്യപ്പെടുന്ന രീതിയിലാണ് ഈ മതത്തിന്റെ സ്വഭാവം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചത്. മഹാന്മാരായ സ്വഹാബാക്കളിലെ തന്നെ പ്രമുഖരായ ആളുകളുമായി സ്വഹാബാക്കൾക്ക് തന്നെയും ബന്ധമുണ്ടാക്കണം എന്നായിരുന്നു വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതായത് വളരെ വലിയ മഹാന്മാരായ സ്വഹാബാക്കൾ, അക്കാബിറുൽ അസ്ഹാബ്, ആ അക്കാബിർ സ്വഹാബത്തിനോട് ഏറ്റവും കൂടുതൽ താഴെ നിൽക്കുന്ന ആളുകൾക്ക് പിന്തുടർച്ചാ സ്വഭാവം ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിയവന്റെ പിന്നാലെ കൂടണമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ തുടരാൻ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നതാണ് പരിശുദ്ധ ഖുർആൻ. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാരായ സ്വഹാബാക്കളോട് പോലും വലിയ ആളുകളെ തുടരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് സ്വഹാബത്തിലെ തന്നെ മഹാന്മാരുമായി അങ്ങനെ ഒരു ബന്ധമുണ്ട്. മുഹാജിറുകൾ, അൻസാറുകൾക്ക് ശേഷം വരുന്നവരായ താബിയുകൾ, ആ താബിയങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനെ തുടരണം. അങ്ങനെ പോരണം. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ ഈ മഹാനായ പ്രവാചകന്റെ വിളിയാളം കേട്ട് ഓടിവന്ന ആദ്യത്തെ ആളുകൾ അത് ആരൊക്കെയാണ്? മിനൽ മുഹാജിരീൻ, മഹാന്മാരായ മുഹാജിറുകളും, വൽ അൻസാരി, മഹാന്മാരായ അൻസാറുകളും. ഈ രണ്ട് വിഭാഗത്തെയും വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, അവരെ നന്മയോടെ അനുധാവനം ചെയ്തവർ. ഉണ്ടോ? എന്താ ഇവിടെ പ്രശ്നമോ? ഓട്ടോറിക്ഷയിൽ പോകണുള്ളൂ അല്ലേ? വേറെ കുഴപ്പമുണ്ടോ? എല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കണ്ടല്ലോ. വേറെ പ്രശ്നമുണ്ടോ അവിടെ? ഇല്ല. എന്നാ പിന്നെ ഇങ്ങോട്ട് നോക്കൂ. ഒരു ഓട്ടോറിക്ഷ പോകാണ്ട് അങ്ങോട്ട് നോക്കിയിരുന്നാൽ പിന്നെ എങ്ങനെ? കവലൊക്കെ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. ഈ ഓട്ടോറിക്ഷ പോയിട്ടിരിക്കും, അതിങ്ങനെ നോക്കിയിരിക്കും അല്ലേ? ഓട്ടോറിക്ഷ അല്ലാത്ത വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുന്നു. അതായത് സ്വഹാബാക്കളോട് പോലും അതിലെ മുതിർന്നവരെ തുടരാൻ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അൻസാറുകളിലെയും മുഹാജിറുകളിലെയും ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, അവരെ നന്മയോടെ അനുധാവനം ചെയ്ത, അവരെ തുടർന്നവരായ മഹാരഥന്മാർ. അവരെ തുടർന്നാലേ എന്തുണ്ടാകുന്നുള്ളൂ? റളിയല്ലാഹു അൻഹും വറളൂ അൻ, അല്ലാഹു അവരെ തൃപ്തിപ്പെടുകയും
അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെടുകയും ചെയ്തവരാണ്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അവർക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വച്ചിരിക്കുകയാണ്, അരുവികൾ കീഴിലൂടെ ഒഴുകുന്ന സ്വർഗം. ആരവർ? പാരമ്പര്യവാദികളായ മുസ്ലിങ്ങൾ. പാരമ്പര്യവാദികളായ മുസ്ലിങ്ങൾ എന്ന് പറയാൻ കാരണം സ്വഹാബത്തിന് തെറ്റുപറ്റി എന്ന് പറയുന്നവർ പാരമ്പര്യവാദികളല്ല, താബിഈങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നവർ പാരമ്പര്യവാദികളല്ല, താബിഈകൾക്ക് ശേഷം വന്ന താബിഈകൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നവർ പാരമ്പര്യവാദികളല്ല, താബിഈകൾക്ക് ശേഷം ഈ ദീനിനെ അതിന്റെ പ്രകാശപൂർവം പരിചയപ്പെടുത്തി തന്ന അഭിവന്ദ്യരായ ഗുരുനാഥന്മാർക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നവർ പാരമ്പര്യവാദികളല്ല. ഇവരെല്ലാം സത്യത്തിൽ പാരമ്പര്യവിരുദ്ധരാണ്. അവർക്കൊക്കെ ഉണ്ടെന്ത്? രാഷ്ട്രീയം. അവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. അവരൊക്കെ രാഷ്ട്രീയ ഇസ്ലാമിന്റെ പ്രതിനിധികളാണ്. നോക്കൂ, കേരളത്തിൽ പോലും നിങ്ങൾ നോക്കൂ, പാരമ്പര്യവാദികൾക്കൊക്കെ രാഷ്ട്രീയം, അല്ല, പാരമ്പര്യ വിരുദ്ധർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. അവരാണ് പറയുന്നത് ഇന്നയാൾ തോക്കണം, ഇന്നയാൾ ജയിക്കണം എന്ന്. എന്താ കാര്യം? പാരമ്പര്യമില്ല. പാരമ്പര്യം എവിടെ നിൽക്കുന്നു? രാഷ്ട്രീയമായിരുന്നില്ല ഇസ്ലാമിന്റെ അജണ്ട, മറിച്ച് മതമായിരുന്നു എന്ന് മാത്രമല്ല, ആ മതത്തിന്റെ നിർമ്മലവും വിശുദ്ധവുമായ സാംസ്കാരികമായ നവോത്ഥാനമായിരുന്നു ഇസ്ലാമിന്റെ അജണ്ട. ആ ഇസ്ലാമിനൊരിക്കലും കേവല രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. രാഷ്ട്രീയമുണ്ട് ഇസ്ലാമിന്, പക്ഷെ ആ രാഷ്ട്രീയം കേവല രാഷ്ട്രീയമല്ല. അത് മതത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്നതും വിശുദ്ധവുമായി നിൽക്കുന്ന ഒരു പാരമ്പര്യത്തെ സാമൂഹിക നിർമ്മിതിക്ക് ഉപയോഗിക്കാൻ ആവശ്യമാണെങ്കിൽ അതപ്പോൾ വരുന്നത് മാത്രമാണ്, അല്ലെങ്കിലല്ല. അതിനേക്കാളും അപ്പുറം അതിന് വേണ്ടതെന്താ? പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പാരമ്പര്യവാദികൾ മുഴുവനും അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കൂടെയുണ്ട്. ഉസ്മാനും അലിയും അവരെല്ലാം ആ പരിശുദ്ധമായ പ്രവാചക പാരമ്പര്യത്തിന്റെ കൂടെ നിൽക്കുമ്പോ, ആ പരിശുദ്ധമായ സമൂഹത്തിന്റെ നേതൃത്വം അവർ തന്നെ ഏൽക്കുകയും ചെയ്യുമ്പോ അവർക്ക് വിരുദ്ധമായി നിന്നവരും ഉണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്ത്. അവരെന്താ പറഞ്ഞത്? അവരും കിതാബും ആയത്തും ഹദീസും തന്നെ. ഏറ്റവും നല്ലൊരായത്താണ് ഖവാരിജുകൾ അന്നൊരു മുദ്രാവാക്യം പോലെ മുഴക്കിയത്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ മറ്റൊരു അധികാരമേ ഇല്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനാണ് അധികാരം, പടച്ചവനല്ലാതെ അധികാരമില്ലെന്ന് പറഞ്ഞു അവർ. മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇത് സംഭവം ശരിയാണ്, പക്ഷേ പറഞ്ഞത് നേരാണെങ്കിലും ഉദ്ദേശം ശരിയല്ല. ഇപ്പോഴും ചിലരെ നോക്കി പറയേണ്ട അങ്ങനെ തന്നെയാണ്. കെലിമത്തു ഹഖിൻ യുറാദു ബിഹൽ ബാത്തിലൂന. കെലിമത്തു ഹഖിൻ, സംഭവം പറഞ്ഞത് നേരാണ്. അതായത് പരിശുദ്ധ ഖുർആനിലെ തന്നെ ഒരു ആയത്താണ് ഖവാരിജുകൾ ഏറ്റെടുത്തത്. പക്ഷേ യുറാദു ബിഹൽ ബാത്തിലു, ഉദ്ദേശം നേരെയല്ല, ഉദ്ദേശം മറ്റു പലതുമാണ്. എന്തുകൊണ്ട്? അപ്പോ ആയത്ത് പഠിച്ചു എന്നതല്ല, ഹദീസ് പഠിച്ചു എന്നതല്ല, ഫിഖ് പഠിച്ചു എന്നതല്ല, കർമ്മശാസ്ത്രത്തിന്റെ വഴി പറഞ്ഞു എന്നതല്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ മറ്റു ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തു പഠിച്ചു എന്നതല്ല. അതിനേക്കാൾ പ്രധാനമായി നിൽക്കുന്നത് അതതിന്റെ പാരമ്പര്യത്തിൽ നിന്ന് പഠിക്കണമെന്നതാണ്. അല്ലെങ്കിൽ ഖവാരിജുകൾ ശരിയാകുമായിരുന്നു. ഖവാരിജുകൾ പറഞ്ഞത് ആയത്താണ്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ അധികാരമില്ലെന്ന് ആയത്തോതുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു ആയത്ത് ശരിയാണ്, പക്ഷേ ഇവരുടെ ഉദ്ദേശം വേറെയാണ്. 947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. രാജ്യം ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിലേക്ക് വന്നു. ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചപ്പോ ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വവും അതുപോലെ തന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും പറഞ്ഞു, ഈ ജനാധിപത്യത്തിന്റെ അതിൽ ഉത്ഭൂതമായി നിൽക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും അഭികാമ്യമായിട്ടുള്ളത് എന്ന് പറയുമ്പോ ഇതേ മുദ്രാവാക്യം ഇന്ത്യയുടെ രാഷ്ട്രീയ ചക്രവാളത്തിൽ മുഴങ്ങിക്കേട്ടു നാം, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുക്കല്ലാതെ അധികാരമല്ല, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭരണം വേണം, ഇഖാമത്തുദ്ദീന് വേണം. പറഞ്ഞില്ലേ? ഇപ്പൊ ഇങ്ങനെ ഗ്യാസും കുറ്റും പിടിച്ചു നടക്കണ്ടല്ലോ, അതന്നെ സംഭവം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനല്ലാതെ അധികാരമില്ല, അതുകൊണ്ട് ഇഖാമത്തുദ്ദീൻ വേണം, ഹുകൂമത്തുൽ ഇസ്ലാം വേണം. ജനാധിപത്യം കൊടിയ ശിർക്കാണ്. ജനാധിപത്യത്തിന്റെയും ഈ മതേതരത്വത്തിന്റെയും സംവിധാനത്തിന്റെ പിന്നാലെ പോയാൽ അതുണ്ടാക്കിയെടുക്കുന്നത് അധാർമികതയും ജീർണതയുമാണ്. അതുകൊണ്ട് അതിനെ മുഴുവനും തിരസ്കരിക്കാൻ
നാം പുതിയ പതാക എന്തണമെന്ന് പറഞ്ഞു, ഒരു നവമുസ്ലിം പരിവേഷമുണ്ടാകണമെന്ന് പറഞ്ഞു. ഇന്ന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച്, പണ്ട് മൂല്യം നോക്കി നിന്നവർ ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നിൽക്കുമ്പോ എന്തേ ഇങ്ങനെ ഒരു അപച്ചുരുക്കി? കാരണം പാരമ്പര്യമില്ല. പാരമ്പര്യമില്ലാത്തതൊക്കെ പിഴച്ചതാണ്. ഐസ് കേട്ടിട്ടില്ലേ? ഐസ് നിങ്ങൾക്കുമ്പോ നിങ്ങൾക്ക് ചൂട് കൊണ്ട് വേറെ ഒന്നും തോന്നുന്നുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞ ഐസ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന ഐസിസ്. എന്താ ഐസിന്റെ പ്രത്യേകത? ഐസ് രംഗപ്രവേശം ചെയ്തപ്പോ മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പരിശുദ്ധമായ ഖബറിലേക്കാണ് ബോംബിട്ടത്. അപ്പോ കേരളത്തിലെ ചില നവോത്ഥാനവാദികളായ ആളുകൾ പറയാൻ തുടങ്ങി, ഇതാണ് ഇസ്ലാം, ഖബർ പൂജയില്ലാത്ത ഇസ്ലാം. ഏത് ഇസ്ലാം? കേരളത്തിലെ ഇസ്ലാഹി പ്രവർത്തകൻ പറഞ്ഞു ഇതാണ് ഇസ്ലാം, കാരണം ഇവിടെ ഖബർ പൂജയില്ല. ആരുടെ ഖബറാ വിളിച്ചത്? മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനായ റിഫായി തങ്ങളുടെ ഖബർ വിളിച്ചു. ഏത് റിഫായി? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ കൂടെ ഈ ആത്മീക ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിലെ സൂര്യ തേജസ്സായി നിലനിന്നിരുന്ന മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ റിഫായി തങ്ങളുടെ ഖബർ വിളിച്ചപ്പോൾ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു, അത് നന്നായി, സംഭവം ഉഷാറായിട്ടുണ്ട്. പിന്നെ പൊളിച്ചത് മഹാനായ ഇമാം നവവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഖബറിലേക്കാണ്. പിന്നെ രണ്ടാമത്തെ ബോംബ്. അപ്പോഴും പറഞ്ഞു നവോത്ഥാനം ഉഷാറാണ്. പിന്നെ നോക്കിയപ്പോ കുറെ പെൺകുട്ടികളെ കൊണ്ടുപോയി ബലാത്കാരം ചെയ്യാനും ഛേദിക്കാനും അതുപോലെ തന്നെ അറുത്തുകൊല്ലാനും തുടങ്ങിയപ്പോ ഇവർക്ക് ഇനി എന്താ പറയേണ്ടെന്ന് അറിയണ്ടായി. ലോകത്തെ രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവൻ പറഞ്ഞു, ദേ ആർ ഇൻസ്പയർഡ് ബൈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അവർ സത്യത്തിൽ പ്രചോദിതരായിട്ടുള്ളത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ മതം കൊണ്ടാണ്. ആരാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്? പാരമ്പര്യ ഇസ്ലാമിന് വിരുദ്ധമായി നിൽക്കുന്ന ഏത് ചേരി നോക്കൂ നിങ്ങൾ, ആ ചേരിയിലൊക്കെ അതിന്റെ സ്ഥാപിത രാഷ്ട്രീയ താല്പര്യമുണ്ട്. ആ ചേരി ഇങ്ങനെ താഴോട്ട് പോന്നാൽ കന്യത്തുസ്താദിനെ ഒഴിവാക്കിയാലോ അതിലും കൊണ്ട് രാഷ്ട്രീയ താല്പര്യം. ആ താല്പര്യം അവസാനം ചെന്നു നിൽക്കുന്നത് എവിടെയാണ്? അതും ഇപ്പൊ ഗ്യാസും കുറ്റിയായിട്ടില്ല എന്നുള്ളൂ, ഇനി ഏതെങ്കിലും ഒരു കുറ്റിയായി ഇൻഷാ അല്ലാഹ് അടുത്ത ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നു എന്നതിന്റെ മുട്ടു തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരെ ഇങ്ങനെ കാണിച്ചിട്ട് തോപ്പിക്കാൻ പോകുന്നുണ്ട്. അയാളങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ തോച്ചിട്ടല്ല ജയിച്ചിട്ടേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ജയിപ്പിക്കട്ടെ. പക്ഷെ ഒന്നുണ്ട്, പാരമ്പര്യ വിരുദ്ധമാണ് ഇതെല്ലാം. പാരമ്പര്യവിരുദ്ധമാണ്. ഇസ്ലാം പാരമ്പര്യത്തെയാണ് മുറുകെ പിടിച്ചത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതും അതുകൊണ്ടാണ്. ഉലൈകല്ലദീന ഹദല്ലാഹ്, ആ വിഭാഗം ആളുകൾ മുഴുവനും അല്ലാഹു ഹിദായത്തിലാക്കിയവരാണ്. ഫബിഹുദാഹും യഖ്തദി, അവരെയാണ് നബിയെ അങ്ങ് തുടരേണ്ടത്. അവരെ തുടരണം. അവരെ തുടരാനും അവരുടെ കൂടെ പോകാനുമാണ് എല്ലാ നമസ്കാരത്തിലെ റക്അത്തിലും നമ്മൾ ദുആർക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ നീ അനുഗ്രഹിച്ചവരുടെ പരിശുദ്ധമായ മാർഗത്തിലൂടെ നീ ഞങ്ങളെ കൊണ്ടുപോകണമേ എന്നാണ്. ആരാ അനുഗ്രഹിച്ചവർ? എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കൂടി കേൾക്കുക, ആരാ അനുഗ്രഹീതർ? അല്ലാഹുവേ നീ മഴ തരണേ എന്ന് പറയുമ്പോ മഴ തരാൻ വേണ്ടിയുള്ള ദുആ കഴിഞ്ഞിട്ട് സദസ്സിലെ ആളുകൾക്ക് പിരിഞ്ഞു പോകാൻ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എഴുന്നേൽക്കണമായിരുന്നു. പക്ഷേ കണ്ണിയത്ത് ഉസ്താദ് എഴുന്നേൽക്കുന്നില്ല. അവസാനം ആരോ ചെന്ന് ആ മഹാനുഭാവന്റെ ചെവിയിലോതി കൊടുത്തു, അല്ല അങ്ങന്തേ എഴുന്നേൽക്കാതെ പോകുന്നു, ആളുകൾ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ കണ്ണിയത്ത് ദ്വാർന്നിട്ട് അള്ളാഹു എന്തേ കേൾക്കാത്തതാവോ, മഴ ചോദിച്ചല്ലോ കണ്ണിയത്ത് എന്ന് പറഞ്ഞ് വ്യസനപ്പെടുമ്പോ ആ ആകാശത്ത് നിന്ന് കാർമുകൾ കൂടി വന്ന് അത് കാരുണ്യവർഷം പോലെ പെയ്തിറങ്ങിയെന്ന് ജീവിക്കുന്ന മനുഷ്യർ പോലും സാക്ഷ്യം പറയുന്ന വിധം ജീവിതത്തിന്റെ വിശുദ്ധിയുടെ പേരായി നിൽക്കുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, ആന്ധ്രാപ്രദേശിലെ പൊക്രങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ ദാറുൽ ഹുദയുടെ കോളേജിൽ
അത് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും അഭിനന്ദനായ മുസ്ലിം ഉമ്മത്തിന്റെ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ കർമ്മശാസ്ത്ര രംഗത്തെ അവസാന വാക്കായി പ്രോജ്വലിച്ചു നിന്ന മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മറാഖിദഹും ഇവരൊക്കെയാണ്. അവരവിടെ ചെന്നപ്പോ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് കോളേജല്ല വേണ്ടത്, കോളേജിന് തറയിടാനാണ് നിങ്ങൾ വന്നതെങ്കിൽ അതിനേക്കാൾ പ്രധാനമായി ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ കൃഷിയിടങ്ങൾ മുഴുവനും വരണ്ടുണങ്ങുന്നുണ്ട്, അതിനാവശ്യമാകുന്ന വിധം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് വേണ്ടത്, മഴ പെയ്യണം. മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ചെറുശ്ശേരി ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് ദുആ ചെയ്യ്. ചെറുശ്ശേരി ഉസ്താദ് കൈയുയർത്തി. അഭിനന്ദനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള പണ്ഡിത സംഘം അവരാമീൻ പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഓടിക്കൂടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കോളേജ് തുടങ്ങാം, ആവശ്യമാകുന്ന സൗകര്യങ്ങൾ ചെയ്തു തരാം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, കാരണം നിങ്ങൾ ദുആ ചെയ്ത് തിരിച്ചു പോകുമ്പോഴേക്കും മഴ പെയ്തു. അങ്ങനെ പറയാൻ മനുഷ്യന്മാർ. ആ മനുഷ്യരുടെ പാരമ്പര്യത്തിന്റെ പിന്നാലെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ യാത്ര ചെയ്യേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് കിതാബോധി എന്നതല്ല, അതൊന്ന് ഓതണം, പക്ഷെ കിതാബോധനോടൊപ്പം തന്നെ പാരമ്പര്യം ഒത്തുചേർന്ന് നിൽക്കണം. കിതാബോധി എന്നത് മാത്രമായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്നും അറിയപ്പെടാതെ എവിടെയായിരുന്നു അയാൾ കൊല്ലപ്പെട്ടതെന്നോ, എങ്ങനെയാണ് അയാൾ കൊല്ലപ്പെട്ടതെന്നോ, എന്തിനായിരുന്നു അയാൾ കൊല്ലപ്പെട്ടതെന്നോ, എപ്പോഴാണ് അയാൾ കൊല്ലപ്പെട്ടതെന്നോ അറിയാത്ത ഒരു കൊല്ലപ്പെട്ടയാൾ നമുക്ക് ചരിത്രത്തിലുണ്ടല്ലോ, തൊട്ടു സമീപത്ത്. അയാൾ ഓതിയ കിതാബ് അതുപോലെ സാമാന്യ പണ്ഡിതന്മാർ ഓതിയിട്ടില്ലെന്നാണ് പറയപ്പെടാറ് അതിശയോക്തിപരമായി. പക്ഷേ അയാൾ കിതാബ് ഓതിയിട്ടും അയാൾ പറഞ്ഞത് അവസാനം 3 വഖത്ത് മദീനാണ്, പിന്നെ 1 വഖത്തും വേണ്ടെന്നാണ്. അപ്പൊ കിതാബ് ഓതിയാൽ മാത്രം പോരാ, എന്തു വേണം? പാരമ്പര്യം ശരിയാകണം. ഞാൻ കുറച്ച് പേർ കൂടിയാവാം, ആവശ്യമില്ല. അതുകൊണ്ട് പാരമ്പര്യമാണ് ഏറ്റവും പ്രധാനമായി ശരിയാകേണ്ടത്. പാരമ്പര്യം നന്നാവണം. ആ പാരമ്പര്യ ഇസ്ലാം ഒരിക്കലും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. എന്തേ? നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കൂ. ഇസ്ലാമിക സമൂഹവും ഇതര മതസമൂഹങ്ങളും തമ്മിൽ തോളോട് തോളു ചേർന്ന് നിന്ന് ഈ നാടിന്റെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഏറ്റവും ശക്തമായി നിന്നതല്ലേ നമ്മുടെ ചരിത്രം? മഹാനായ ഖാലി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആരാ ഖാലി മുഹമ്മദ്? മുഹ്യിദ്ദീൻ മാല എഴുതിയത് ഖാലി മുഹമ്മദാണ്. കേരളത്തിന്റെ സാഹിത്യ രംഗത്ത് ആദ്യമായി മലയാള സാഹിത്യത്തിന് മലയാളത്തിന്റെ തന്നെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാക്ഷാൽ തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണമെന്ന് രാമായണത്തെ മനോഹരമായി മലയാളീകരിച്ചു കൊണ്ടുവന്ന് എഴുതി തന്ന ആ അധ്യാത്മരാമായണം വരുന്നതിന് മുമ്പ് കേരളീയ മുസ്ലിം മനസ്സുകൾ പാടി നടന്നിരുന്ന പാട്ടാണ് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കുറിച്ചുള്ള മുഹ്യിദ്ദീൻ മാല. അതായത് അതിനു മുമ്പേ എഴുതിയവരാണ് എന്നർത്ഥം. പക്ഷെ ആ പാരമ്പര്യവാദിയുടെ പണി എന്തായിരുന്നു? സാമൂതിരി മഹാരാജാവ് ജീവിക്കണം, അദ്ദേഹത്തിന്റെ ഭരണം നിലനിൽക്കണം, അദ്ദേഹത്തിന്റെ ഭരണത്തെ എതിർക്കാൻ വരുന്ന പോർച്ചുഗൽ ഈ നാട് വിട്ടു പോകാൻ ആവശ്യമാകുന്ന വിധമുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് പറഞ്ഞവനായിരുന്നു മഹാനായ ഖാലി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സാമൂതിരിയുടെ നായർ പട്ടാളം ജയിച്ചപ്പോഴാണ് ഫത്ഹുൽ മുബീൻ എന്ന ഗ്രന്ഥം മഹാനായ ഖാലി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ എഴുതുന്നത്. സാമൂതിരിയുടെ നായർ പട്ടാളം ജയിക്കുമ്പോൾ ഒരു നായർ പട്ടാളത്തിന്റെ വിജയം അത് ആഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് സാമൂതിരി പട്ടാളത്തിന്റെ വിജയത്തെക്കുറിച്ചാണ് ഫത്ഹുൽ മുബീൻ എഴുതിയത്. ഫത്ഹുൽ മുബീൻ നോക്കൂ, പാരമ്പര്യ മുസ്ലിം സാമൂതിരി എന്ന ഹിന്ദു രാജാവിന്റെ അദ്ദേഹത്തിന്റെ ഭരണം നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയതെന്നർത്ഥം. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും ചെയ്തത് അങ്ങനെ തന്നെ. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ കൃത്യമായി തന്നെ പറഞ്ഞു, ഇന്ത്യയിലെ മറ്റിതര പ്രദേശങ്ങളിലെ മുസ്ലിം രാജാക്കന്മാരെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീനിൽ നിങ്ങൾ സാമൂതിരിയുടെ ഭരണം കാണണം, അദ്ദേഹം മുസ്ലിങ്ങൾക്ക് ചെയ്തു തരുന്ന നന്മ അറിയണം, അദ്ദേഹം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകാത്തവരെ ശിക്ഷിക്കാൻ ഖാലിക്ക് ശമ്പളം കൊടുക്കുന്ന ആളാണെന്ന് പോലും തുഹ്ഫത്തുൽ മുജാഹിദീനിൽ എഴുതി. ഇന്നുണ്ടാവോ ഖാലിക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കാൻ?
ഒരു മുല്ലാക്ക പെൻഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി എന്നറിയോ? നീ എങ്ങാനുണ്ടായ അപ്പോഴൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതേസമയം സാമൂതിരി രാജാവിന്റെ ഭരണകാലത്ത് കാലിക്ക് ശമ്പളം കൊടുത്തിരുന്നത് സാമൂതിരിയുടെ ഭരണകൂടമാണ്. ആ സാമൂതിരി രാജാക്കന്മാരെ അവരുടെ ഭരണത്തെ നിലനിർത്താൻ ആവശ്യമാകുന്ന വിധം പാരമ്പര്യ മുസ്ലിം സമൂഹം ചെയ്തിരുന്നത് അവരോടൊപ്പം ഒരുമിച്ച് നിൽക്കുകയായിരുന്നു, അവരോടൊപ്പം പോരാടുകയായിരുന്നു. എന്നാൽ ഈ പാരമ്പര്യ മുസ്ലിമിന്റെ പണി എന്താണ്? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചതെന്താ? അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹു ചൊല്ലിപ്പാടി പ്രവാചകന്റെ ജീവിതത്തെ തങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമാകുന്ന വിധം സന്നിവേശിപ്പിക്കാൻ കഴിയും വിധം അവരോടുള്ള പ്രേമം കൂട്ടാനാണ്. അതിനാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ കാലത്ത് മൻഖൂസ് മൗലിദ് ഉണ്ടായത്. ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, ഞാൻ തെറ്റു ചെയ്തു, അതിന് ഞാൻ ആരോടാ പരാതി പറയേണ്ടത്? നബിയോട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ലോട്ടറി കച്ചവടക്കാരെ പോലെയാണ്. എന്താ ലോട്ടറി കച്ചവടക്കാരുടെ പരിപാടി? നാളെ 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 നാളെ. എന്തു പറഞ്ഞാലും അവർക്കാകെ പറയാനുള്ളത് നാളെ 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 എന്ന പോലെയാണ്. ഇവർക്കെന്തു കേട്ടാലും ആകെ പറയാനുള്ളത് ശിർക്ക് 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 എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയും അതൊക്കെ ശിർക്കാണ്. പക്ഷെ സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞു, ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ്. തിട്ടമില്ലാത്ത വിധം തെറ്റു ചെയ്തു നബിയെ, ഞാൻ അങ്ങയോട് പരാതി പറയുന്നു. ലക അസ്കു, അങ്ങയോട് പരാതി പറയുന്നു. അങ്ങയോട് പരാതി പറയാൻ പാടുണ്ടോ? പാടുണ്ട് എന്ന് പറയുന്നത് ആരാ? സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബാണ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഒരു സംഭവം വിശദീകരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബറടക്കത്തിന്റെ 3-ാമത്തെ ദിവസമാകുമ്പോഴേക്കും ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പരിശുദ്ധ റസൂലിന്റെ ഖബറിന്റെ മുമ്പിലെത്തി. എന്നിട്ട് ഹബീബായ പ്രവാചകരുടെ ഖബറിലെ മണ്ണെടുത്ത് ഹബീബിന്റെ വഫാത്തിന്റെ സങ്കടം തീരാതെ അയാൾ തലയിലേക്ക് എറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ തന്നെ സംബോധന ചെയ്ത് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഈ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആളാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നബിയെ, അങ്ങനെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. വലൗ അന്നഹും യളമു അൻഫുസഹും, അവർ തെറ്റു ചെയ്താൽ എന്നിട്ട് ജാഊക അങ്ങയുടെ അടുക്കൽ വന്നാൽ എന്നിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ, അള്ളാഹുവിനെ അവർക്ക് കണ്ടെത്താനാകും. തവ്വാബൻ റഹീമൻ, കാരുണ്യവാനും ധാരാളം തൗബ സ്വീകരിച്ചവനുമായി എന്ന ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഇന്നി ഖദ് ലലംതു നഫ്സി യാ റസൂലല്ലാഹ്, ഞാൻ തെറ്റു ചെയ്തു നബിയെ. ആരോടാ പറയണത്? മുഹമ്മദ് നബിയോട്. ആരാ കേൾക്കുന്നത്? അലി ഇബ്നു അബി താലിബ്. ആരാ അലി? അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ മദീന ഇൽമിന്റെ പിന്നെ തോട്ടാണ്, ഞാൻ ഇൽമിന്റെ പൂന്തോപ്പാണ്. എന്നാൽ അലിയോ, അലി അതിന്റെ ഗേറ്റ് കീപ്പറാണ്, അതിന്റെ വാതിലാണ്. അതായത് ഏതന്യ വസ്തുവിനെയും ഈ തോട്ടത്തിലേക്ക് കടത്തണമെങ്കിൽ അലിയുടെ അനുവാദമുണ്ടാകണം. ഏത് വസ്തുവിനെയും അതിന്റെ പുറത്തിടണമെങ്കിലും അലിയുടെ അനുവാദമുണ്ടാകണം. അതായത് അതിന്റെ സ്ക്രൂട്ടനൈസർ അലി ഇബ്നു അബി താലിബാണ്, അതിന്റെ സംശോധകൻ അലി ഇബ്നു അബി താലിബാണ്. ഈ ജ്ഞാനമേഖല പരിചയമില്ലാത്ത ഒരാളെയല്ല, മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹുവിനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ എന്ന് പറഞ്ഞത്. അതേ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവാണ് പറയുന്നത്, ഖദിമ അലൈനാ റാബിയുൻ ബഅദമാ ദഫന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസലാസതി അയ്യാമിൻ. അവിടുത്തെ 3-ാമത്തെ ഖബറടക്കത്തിന്റെ 3-ാമത്തെ ദിവസം ഒരാൾ വന്നിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയെ, ഞാൻ തെറ്റു ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ ഇത് പാരമ്പര്യത്തിന്റെ മതമാണ്. ആ പാരമ്പര്യത്തിന്റെ മതം പഠിപ്പിക്കും പ്രകാരം പോകുമ്പോഴോ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിലൂടെ പഠിച്ചത് കേരളത്തിന്റെ മതസൗഹൃദാന്തരീക്ഷത്തിന് ഊനം തട്ടാത്ത വിധം, ഒരു ഭംഗവുമില്ലാത്ത വിധം ജീവിക്കാൻ സാധ്യമാകുന്ന ഒരു ഇസ്ലാമിക സാംസ്കാരിക പൈതൃകത്തെയാണ്.
മഹാനായ കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന് പഠിക്കുന്നതും നാം ഈ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇതര മതസമൂഹങ്ങളോട് യാതൊരു തരത്തിലുള്ള സ്പർദ്ധയുമില്ലാതെ പോകാൻ സാധ്യമാകുന്ന ഒരു സാംസ്കാരിക പൈതൃകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞതായിരിക്കാം ഒരു പക്ഷേ, എന്നാലും ഓർത്തു പറയാണ്, ആലുവക്കടുത്തൊരു തന്ത്രവിദ്യാപീഠമുണ്ട്. തന്ത്രവിദ്യാപീഠം എന്ന് പറഞ്ഞാൽ തന്ത്രിമാരെ പഠിപ്പിച്ചു വിടുന്നതാണ്. മൂലാമാനെ പഠിപ്പിക്കാൻ ശരിയത്ത് കോളേജ് പോലെ തന്ത്രവിദ്യാപീഠം തന്ത്രിമാർക്കുള്ളതാണ്. തന്ത്രി എന്ന് പറഞ്ഞാൽ ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങളുടെ പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്. പണ്ട് CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മന്ത്രിക്കാൻ അറിയുന്നവൻ തന്ത്രിയും തന്ത്രമുള്ളവൻ മന്ത്രിയുമാണ്. മന്ത്രിക്കാൻ അറിയുന്നവൻ തന്ത്രിയും, മന്ത്രമുള്ളവൻ തന്ത്രിയും, തന്ത്രമുള്ളവൻ മന്ത്രിയുമാണെന്നാണ്. ഇതാ തന്ത്രി. പക്ഷേ ക്ഷേത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ട തന്ത്രി. ആ സ്ഥാപനം സ്ഥാപിച്ചത് സാക്ഷാൽ മാധവ്ജിയാണ്. ആ സ്ഥാപനത്തിൽ പലപ്പോഴും സന്ദർശകനായി വരാറുണ്ടായിരുന്നത് പണ്ട് ലാൽകൃഷ്ണ അദ്വാനിയാണ്. ആ സ്ഥാപനത്തിന്റെ ഏകദേശ ചിത്രമാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് വരച്ചു തന്നത്. സംസ്കൃതമാണ് അവിടുത്തെ മീഡിയം. സ്വാഭാവികമായും ഞാൻ അവിടുത്തെ അധ്യാപകൻ എന്റെ ഒരു സുഹൃത്തായതുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോ അവിടുത്തെ മാനേജർ എന്നെ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ വിളിച്ചിരുത്തി. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? അങ്ങനെ ചോദിക്കേണ്ടി വരുന്നു എന്നത് നമ്മുടെ ഒരു ഗതികേടായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ സമസ്തക്കാരനാണ്. അദ്ദേഹം എന്നോട് ആദ്യം ചോദിച്ചത്, ഞാൻ കണ്ണിയത്ത് ഉസ്താദിന്റെ നാട്ടുകാരനാണ്, നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെ അറിയുമെന്നാണ്. ഞാൻ പറഞ്ഞു, അതെ, മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചെറുപ്പക്കാർ പണ്ട് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ വരമ്പത്തോടെയുള്ള യാത്രക്കിടയിൽ ഞങ്ങൾ ഇങ്ങനെ തടസ്സം നിൽക്കാൻ ആലോചിച്ചു പോകുമായിരുന്നു. പക്ഷേ ആ മഹാനായ മനുഷ്യൻ കടന്നു വരുമ്പോ ഞങ്ങൾ പതുക്കെ അങ്ങ് മാറിക്കൊടുക്കേണ്ടി വരും. അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മുമ്പിൽ ഞങ്ങൾ തോറ്റുപോകാറുണ്ട്. ആരായത് പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ സ്ഥാപനത്തിന്റെ എല്ലാ ഗുണവിശേഷണങ്ങളെയും ഈ 1-2 വാക്കുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുമെങ്കിൽ അത്രയേറെ മറ്റു തല ചിന്തകളെയും കൂടി കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ മാനേജർ, ആ മാനേജർ പറയുകയാണ്, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ മുമ്പിൽ നിൽക്കാനാവാതെ മാറിപ്പോകേണ്ടി വരുന്നത് കണ്ണിയത്തിന്റെ പ്രത്യേകമായ വ്യക്തിപ്രഭാവമാണ്. എന്താ വ്യക്തിപ്രഭാവം? അത് സുന്നത്തു റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ തിരുചര്യകൾക്കപ്പുറത്ത് ഒരു കൊച്ചു പിച്ചാത്തി പോലും കൊണ്ടു നടന്നിട്ടല്ല കണ്ണിയത്തിന്റെ മുമ്പിൽ ഇത്തരത്തിൽ ആളുകൾക്ക് മാറിപ്പോകേണ്ടി വരുന്ന വിധം, അത്രയേറെ വലിയ ബഹുമാനം അവർക്ക് കൊടുക്കപ്പെടേണ്ടി വരുന്ന വിധം ആ വലിപ്പമുണ്ടാകാൻ കാരണം അതാ മഹാനുഭാവന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി എന്ന പ്രഗത്ഭയായ പ്രധാനമന്ത്രി, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭയായ പ്രധാനമന്ത്രിയിൽ ഒരാളാണ്. അന്നത്തെ യൂറോപ്പ് ഭരണാധികാരികൾ പറയുമായിരുന്നു, ഇന്ത്യയിലാകെ ഒരു ആൺകുട്ടിയുള്ളൂ, അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലാകെ ഒരു ആൺകുട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര പ്രഗത്ഭയാണ്. ആ ഇന്ദിര മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുമായി ചർച്ച ചെയ്യാൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഓഫീസിന്റെ പ്രോട്ടോകോൾ പ്രകാരം കൊടുത്തത് 5 മിനിറ്റാണ്. പക്ഷേ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ 20 മിനിറ്റ് കഴിഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞു തീർന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എഴുന്നേറ്റു. ഇന്ദിര എന്ന ഇന്ത്യയുടെ പ്രഗത്ഭയായ പ്രധാനമന്ത്രി മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പിന്നാലെ നടന്നു. താൻ യാത്ര ചെയ്യുന്ന കാറിന്റെ അടുക്കൽ വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടന്നു ചെന്ന് കാറിന്റെ ഡോറ് തുറക്കാൻ മാത്രം ഇത്രമേൽ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയോ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രതന്ത്ര പ്രധാനമായ ചർച്ചകൾക്ക് വേണ്ടി വന്ന അംബാസിഡറോ ഒന്നുമായിരുന്നില്ല സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. കേരള മുസ്ലിം സമൂഹത്തിന്റെ മാനസങ്ങളിൽ പകരം വെക്കാനില്ലാത്ത രാജതുല്യമായ ഋഷിതുല്യമായൊരു നേതൃത്വം മാത്രമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അല്ലാഹു ആ മഹാനുഭാവനോടൊപ്പം സ്വർഗത്തിൽ കൂട്ടുമാറാകട്ടെ. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തപ്പോ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ലാത്തൊരു ഇന്ത്യൻ പൗരന് വേണ്ടി അങ്ങനെ ചെയ്യാനാകുമോ? പ്രോട്ടോകോൾ ലംഘനമാകുമില്ലേ എന്ന് ചോദിച്ച പ്രോട്ടോകോൾ ഓഫീസറോട് എനിക്കത് ചെയ്യേണ്ടി വന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ മുമ്പിലായി പോയതുകൊണ്ടാണെന്ന് പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അങ്ങനെ പറയേണ്ടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം
ആ മനുഷ്യന്റെ ജീവിത വിശുദ്ധിയാണ്. ആ വിശുദ്ധിയാണ് കേരള മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യ വിശുദ്ധി. ആ വിശുദ്ധി കവാത്ത് പഠിച്ച് സമുദായത്തെ രക്ഷപ്പെടുത്തിയതല്ല. ആ വിശുദ്ധി ഇരുട്ടിന്റെ മറവിൽ സമുദായത്തിനു വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ വിശുദ്ധിയല്ല, മറിച്ച് ഇരുട്ടിന്റെ ഉള്ളിലും ഗർഭത്തിലും ഇരുന്ന് അല്ലാഹുവേ ഈ സമുദായത്തിനും ഈ നാടിനും നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ മാനസരായ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെയും സയ്യിദുമാരുടെയും പാരമ്പര്യമാണ് ആ വിശുദ്ധിയുടെ പാരമ്പര്യം. ആ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യമാണ് എന്റെ മുത്തഅല്ലിം സഹോദരന്മാരെ നമുക്ക് വേണ്ട പാരമ്പര്യം. അത് ഗുരുനിന്ദയല്ല, അത് ഗുരുവന്ദനമാണ്. ഗുരുവിനെ വന്ദിച്ച്, അതായത് ഗുരുവിനെ ആദരിച്ച് സ്നേഹിച്ച് ഗുരുവിന്റെ കൂടെ നടന്ന് അങ്ങനെ ജീവിതത്തെ ആ അർത്ഥത്തിൽ വിജയിപ്പിക്കാൻ സാധ്യമാകുന്ന രീതിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാതൃകയെ പാരമ്പര്യത്തിലൂടെ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു പാരമ്പര്യത്തിന്റെ ജ്ഞാനമേഖലയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജ്ഞാനമേഖല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു പക്ഷേ ഉയർന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടാം, അറബിയിൽ അതിനേക്കാൾ നല്ല വിദ്യാഭ്യാസം കിട്ടാം. പക്ഷേ പാരമ്പര്യം കിട്ടണമെങ്കിൽ സമസ്തയുടെ ശരീഅത്ത് കോളേജ് തന്നെ വേണം. പാരമ്പര്യത്തിന്റെ സുഹൃതചാരിയായി നിൽക്കണമെങ്കിൽ സമസ്തയുടെ ഈ വിദ്യാഭ്യാസ സംവിധാനം തന്നെ വേണം. മറിച്ചായാൽ രാഷ്ട്രീയ ഇസ്ലാമിന്റെ മുഖമുള്ളവരായിരിക്കുമൊക്കെ. അതെല്ലാം സത്യത്തിൽ സമുദായത്തിനും സമൂഹത്തിനും നാടിനു പോലും ആപത്താണ്. ഇവർക്കൊക്കെ അതിന്റെ തീവ്രവാദ മുഖമുണ്ട്. അത് സലഫി മൂവ്മെന്റ് ആകും പോലെ മറ്റു സകല തീവ്രവാദത്തിനും ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന പേരിലുണ്ടായ തീവ്രവാദത്തിന് ജമാഅത്ത് പങ്കുള്ളതുപോലെ ചിലർ ടൈഗർ സുന്നി ഫോഴ്സ് ഉണ്ടാക്കിയതും അത്തരത്തിലുള്ള തീവ്രവാദം കൊണ്ടാണ്. അതെല്ലാം തീവ്രവാദ മുഖമുള്ള രാഷ്ട്രീയ ഇസ്ലാമാണ്. ഇത് പാരമ്പര്യ ഇസ്ലാമാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്തരം ഒരു താല്പര്യമില്ലാത്തത്. നമുക്ക് എന്തേ താല്പര്യമുള്ളൂ? അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കണം, ഈ സമുദായം നിലനിൽക്കണം, സമൂഹവും നിലനിൽക്കണം. സമുദായം നിലനിൽക്കണമെങ്കിലോ മതേതര സമൂഹവും നിലനിൽക്കണം, ഈ രാജ്യം നിലനിൽക്കണം. ഈ രാജ്യം നിലനിൽക്കണമെന്നത് ഈ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യവും ലക്ഷ്യവുമാണ്. അതിനെന്തു വേണം? ഈ രാജ്യം നിലനിൽക്കാൻ ഈ ഭരണഘടനയും ഈ ജനാധിപത്യവും ഈ സംവിധാനവും നിലനിൽക്കണം. രണ്ടു കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് ആത്മീകമായി ചിലത് സമൂഹത്തിന്റെ അവസാന കാലത്ത് ചെയ്യേണ്ടതുണ്ടെന്ന് പറയുകയും ഭൗതികമായി ചിലത് സമൂഹത്തിന്റെ അവസാന കാലത്ത് ചെയ്യേണ്ടതുണ്ടെന്ന് പറയുകയും ചെയ്തു പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമുദായം ഖിയാമത്ത് നാളിന്റെ കാലം വരുമ്പോ, ദജ്ജാൽ വരുമ്പോ അവരുടെ കയ്യിൽ പ്രതിരോധ മാർഗമായി ഉണ്ടാകേണ്ടത് സൂറത്തുൽ കഹ്ഫാണെന്ന് പറഞ്ഞു മുഹമ്മദ് നബി. എന്താ അത്? ജുമാക്ക് മുമ്പുള്ള ഓത്തിന് മാത്രം ഓതാനുള്ളതല്ല, അതൊരു വലിയ പാരമ്പര്യമാണ്. അതേതാ പാരമ്പര്യം? ഔലിയാക്കളെയും മഹാരഥന്മാരെയും ഇഷ്ടപ്പെട്ട് അവരുടെ പിന്നാലെ കൂടിയവനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് സൂറത്തുൽ കഹ്ഫ്. അല്ലെ? സൂറത്തുൽ കഹ്ഫിന്റെ പ്രമേയം അതുമാത്രം. അള്ളാഹുവിന്റെ ഔലിയാക്കളുമായുള്ള ബന്ധം ഏതു കാലത്തിന്റെയും ജീർണതയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനും ആ ജീർണതക്കെതിരെ കൈചൂണ്ടാനും സാധ്യമാകുന്ന യുവത്വത്തിന്റെ പങ്കിന്റെ വലിപ്പമാണ് മഹാനായ മഹാരഥന്മാരായ ചെറുപ്പക്കാരിലൂടെ സൂറത്തുൽ കഹ്ഫ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹാ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അത് ചെറുപ്പക്കാരുടെ കഥയാണ്. ഇന്നഹും ഫിത്യത്തുൻ, അവരൊരു പറ്റം ചെറുപ്പക്കാരാണ്. അവരെന്താ ചെയ്തത്? അവരാ കാലഘട്ടത്തിലെ ദുഖിയാനൂസ് എന്ന് പറയുന്ന ഭീകരനായ ഭരണാധികാരി, ഞാനാണ് ഇതിന്റെ മുഴുവൻ അധികാരി എന്ന് പറയുമ്പോ അല്ല റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥനായി നിൽക്കുന്ന ഈ പടച്ച തമ്പുരാനാണ് ഞങ്ങളുടെ തമ്പുരാൻ, അല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് പറയാൻ തന്റെ ഇടം കാട്ടിയവരാണ് ആ യുവാക്കൾ. ആ യുവാക്കളുടെ പിന്നാലെ പോയ നായക്കാണ് അള്ളാഹു വലിപ്പം കൊടുത്തത്. നോക്കൂ, ഒരു നായ അല്ലെ, വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ് ലവിത്തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറൻ വലമുലിത മിൻഹും റുഅബ. അവരുടെ നായയുടെ പ്രത്യേകത എന്താ? മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നുണ്ട്, ആ നായ ഇവർ
നാട് വിട്ടോടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിന്റെ പിന്നാലെ പോയപ്പോ ആ നായയെ അവർ കല്ലെടുത്തെറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോ ആ നായ 2 കൈയും ഉയർത്തിയിട്ട് പറഞ്ഞു, ഇന്നിയോ ഹിബ്ബു അഹിബ്ബ അല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം കൂടുന്ന ആളാണ്, ഞാൻ ആ മഹത്തുക്കളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. ഇന്നിയോ ഹിബ്ബു അഹിബ്ബ അല്ലാഹ്, ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാർ ആ നായയെ കൂടെ കൂട്ടുന്നു. ആ നായ സ്വർഗത്തിലേക്കുമുള്ള നായയാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ. നോക്കൂ, ആ ചരിത്രത്തെയും ആ ജീവിതത്തെയും തുടർന്നു വന്നിട്ടുള്ള മറ്റു ചരിത്ര കഥകളെയും പഠിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ പറഞ്ഞത്, ഖിയാമത്ത് നാൾ വരുമ്പോ ദജ്ജാൽ വരുന്നു എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്റെ ഉമ്മത്ത് സൂറത്തുൽ കഹ്ഫ് ഉള്ളടക്കം പഠിക്കണമെന്ന് മുഹമ്മദ് റസൂൽ. നമ്മൾ ആത്മീയതയിലേക്ക് തിരിച്ചു പോരണം. പാരമ്പര്യം ഇതാണ്, ആ പാരമ്പര്യത്തിലേക്ക് പോരണം. രണ്ടാമത് ഭൗതികമായ ചില പണി പറഞ്ഞു. ഏതാത്? ഫൈദാ സമയത്തും ബിദ്ദജ്ജാൽ, ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ വഫീ യദി അഹദികും ഫസീലത്തുൻ, നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിത്തണ്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി ഫല്യഗ്രിസ്ഹാ, നട്ടുകൊള്ളണം. അലാ ഇന്ന ലിന്നാസി ഐശം ബഅദ, ശേഷം ഒരു ജനതയ്ക്ക് ജീവിക്കാൻ അത് മതിയാകുമെന്ന് ഈ കാലഘട്ടത്തിന്റെ, ഇന്നത്തെ ചൂടും വേവും അന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധി, 1400 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ, പരിസ്ഥിതി സംബന്ധിയായ ശാസ്ത്രലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഡോക്ടറൽ തിസീസ് അവതരിപ്പിച്ചതിന്റെ ഗവേഷണ അവാർഡുകളൊന്നും നേടാത്ത മുഹമ്മദ് നബി മുഹമ്മദ് റസൂൽ. അതെ, ഈ ഇക്കോളജിയെ കുറിച്ചൊരു ഡോക്ടറൽ തിസീസ് ഒന്നും അവതരിപ്പിച്ചിട്ടല്ല, മരം നടൂ എന്ന് 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി പറഞ്ഞു തരുന്നത്. ഇവിടെ ആകെ ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് നാട്യോത്സവ പറഞ്ഞ കാര്യമല്ല. മരം നടൂ എന്ന് പറയുന്നു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരന്തരം ഇന്ന് കഴിഞ്ഞ ഏപ്രിൽ 22 ലോകത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം 175 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞത് മരം നടണമെന്നാണ്. മരം നടണം എന്ന് പറഞ്ഞു മുഹമ്മദ് നബി 1400 കൊല്ലം മുമ്പ്. നിങ്ങൾ ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ, അതായത് ഖിയാമത്ത് നാൾ വന്നു എന്നറിഞ്ഞാൽ, ചൂട് കൂടി എന്നറിഞ്ഞാൽ, വഫീ യദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിലൊരു ചെടിത്തണ്ടുണ്ടെങ്കിൽ ഫല്യഗ്രിസ്ഹാ, അത് കൊണ്ടുപോയി നടണേ. അലാ ഇന്ന ലിന്നാസി ഐശം ബഅദ, ശേഷം ഒരു ജനതയ്ക്ക് ജീവിക്കാൻ അത് മതിയാകുമെന്ന് സയ്യിദുനാ മുഹമ്മദുൻ. അല്ലാഹ്, എന്തല്ലേ ഇതൊക്കെ പറഞ്ഞൊരു മനുഷ്യൻ എപ്പോ പറഞ്ഞു? 1400 കൊല്ലം മുമ്പ്. ഇന്ന് ഈ കഴിഞ്ഞ 22-ന്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞത് മരം നടൂ, നിങ്ങൾ ഭൂമിയെ രക്ഷപ്പെടുത്തൂ, കാരണം ചൂട് കൂടാൻ. 41 ഡിഗ്രി സെൽഷ്യസ് കൂടി 42 സെൽഷ്യസ് ആകുന്നു എന്നല്ല, അതിനേക്കാളും അപ്പുറം ഒരു പക്ഷേ ഇനി വരാൻ പോകുന്നത് ഈ പ്രതിഭാസത്തിനു ശേഷം പിന്നെ അതിഭീകരമായ പേമാരിയാകുമെന്നും പ്രളയവും വരൾച്ചയും ഒരുപോലെ തരാതരം പോലെ വന്ന് ഈ നാടൊരു മരുക്കാട് പോലെയായിത്തീരുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആധുനിക ശാസ്ത്ര ഗവേഷകർ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഈ മരുപ്പച്ച, ഈ മനോഹരമായ ഈ ഹരിതാപമായ മണ്ണ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ തണലിൽ ജീവിച്ച മണ്ണ്, ഇത് പോകുമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അത് നാം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് റബ്ബിന് തീരുമാനമെടുക്കാൻ സമയമായി എന്നതിൽ നിന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നാം തിരിച്ചു വരണം. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ റളിയല്ലാഹു അൻഹു, ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വല്ലാതെ പരിഭ്രാന്തിയോടുകൂടെ പറഞ്ഞു, നിങ്ങൾ ഇറാഖിലേക്കും അതുപോലെ തന്നെ യമനിലേക്കും പോയി നോക്കണം, എവിടെയെങ്കിലും നിങ്ങൾ കാണുമെങ്കിൽ ഒരു ജറാദ് പക്ഷിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ. ജറാദിനെ കൊണ്ടുവരണം. ജറാദിനെ കിട്ടാതെ വേവലാതി പൂണ്ടു സയ്യിദുനാ ഉമർ. അങ്ങനെ അവസാനം യമന്റെ ഭാഗത്തു നിന്നെങ്ങോ ഒരു ജറാദിനെ കൊണ്ടുവന്ന് ഉമർ ബിൻ ഖത്താബ് എന്ന അമീറുൽ മുഅ്മിനീന്റെ അടുക്കൽ കൊണ്ടുപോയി. അമീറുൽ മുഅ്മിനീൻ, ഇതാ അങ്ങ് പറഞ്ഞ ജറാദ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇങ്ങനെ തക്ബീർ ഉറക്കെ വിളിക്കുന്നുണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാൻ എന്റെ റസൂലിനെ കേട്ടിട്ടുണ്ട്, അവസാന നാൾ വരുമ്പോഴേക്കും
പലതരത്തിലുള്ള ജീവികളുടെയും വംശനാശം സംഭവിക്കും. അതിൽ പ്രധാനമാണ് ജറാദെന്ന് പറഞ്ഞുവെന്ന് സയ്യിദുനാ മുഹമ്മദുൻ. ഓരോ സ്പീഷീസും നശിക്കാണ്. തവള വംശനാശം വരുന്നു എന്നാണ്. തവള പോയാൽ നമുക്ക് നിന്നാണ് ഇല്ല. ഈ ഇക്കോസിസ്റ്റം തകർന്നാൽ അതിന്റെ ആത്യന്തിക ഫലം നമുക്കാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. തവള ചത്താൽ നമുക്ക് നിന്നാണ് അല്ലേ? പക്ഷേ തവള പോലും ഈ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി ഈ ആവാസ സന്തുലിതാവസ്ഥയെ നിലനിർത്താൻ എല്ലാ ജീവജാലങ്ങളും ആവശ്യമാകുമ്പോ ദേശാടന കിളികൾക്ക് വംശനാശം വരുന്നു എന്ന് പറയുന്ന, ഓരോ സ്പീഷീസുകളും നഷ്ടത്തിലാണ് എന്ന് പറയുന്ന ആ നഷ്ടത്തിന്റെ ഒന്നാമത്തത് അതിൽ ജറാദുണ്ടാകുമെന്ന് പറയുന്നു സയ്യിദുനാ മുഹമ്മദ് റസൂൽ. അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞു എന്ന് മുഹമ്മദ് നബിയെ കേട്ടതിൽ പ്രധാനിയായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, അതൊക്കെ ഇപ്പൊ സംഭവിക്കാൻ. ഇപ്പോ ഈ ഇക്കോ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു സ്പീഷീസുകളുടെ നാശം വല്ലാതെ വലുതാൻ, മത്സ്യങ്ങൾ ചത്തൊടുങ്ങാൻ, കടലുകളിൽ മത്സ്യം കൂട്ടനാശത്തിന് വിധേയമാകാൻ. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. മനുഷ്യൻ അവന്റെ കരം കൊണ്ട് ചെയ്തു വച്ചിട്ടുള്ള പ്രവർത്തനത്താൽ കരയും കടലും നശിച്ചു പോയിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. ഇന്നലെ രാത്രി വന്ന ആയത്തല്ല ഇത്. 1400 കൊല്ലം മുമ്പ് അക്ഷരാഭ്യാസിയല്ലാത്ത മുഹമ്മദ് നബിയുടെ നാവിലൂടെ ഈ സമുദായവും സമൂഹവും ലോകവും കേട്ടതാണ് ഈ വാക്കുകൾ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. ജനങ്ങളുടെ പ്രവർത്തനം മൂലം കരയും കടലും നശിച്ചുപോയി എന്ന് പറയുമ്പോ കടലിൽ പോലും കനത്ത നാശങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണ്. കൂട്ടമായി മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നു എന്നാണ്. കര നശിച്ചു പോകുന്നു എന്നാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ ആത്മപ്രഭാവത്തിന്റെ മുഴുവനും വലിയ സിമ്പൽ പോലെ നിന്നിരുന്ന ഗംഗാനദി അത് വറ്റിവരണ്ടു പോകുന്നു എന്നാണ്. കാവേരി തീർന്നുപോയി എന്നാണ്. ഇന്ത്യയുടെ ഈ ഉറവിടങ്ങൾ, ഈ നദീതടങ്ങൾ മുഴുവനും നശിച്ചു പോകുന്നു എന്നാണ്. വരണ്ടുണങ്ങി നിൽക്കുന്ന ഭാരതപ്പുഴയിലേക്ക് നോക്കുമ്പോ പെരിയാർ ഇങ്ങനെ ഒരു കണ്ണുനീർ പുഴയായി പോകുമ്പോ നാം അറിയേണ്ടത് അള്ളാഹുവിന്റെ അദാബിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ലാ തുഫ്സിദൂ ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങൾ ഭൂമിയെ സൂക്ഷിച്ചു നടക്കണം. കാരണം നിങ്ങളുടെ മാതാവാണ് ഭൂമി. ഭൂമി ഒരു കുടുംബമാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ, ഇന്ത്യയുടെ ആർഷ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള വേദങ്ങൾ പറഞ്ഞു തരുന്നത് വസുധൈവ കുടുംബകം എന്നാണ്. വസുധ എന്ന് പറഞ്ഞാൽ ഭൂമി, വസുധ തന്നെയാണ് കുടുംബം. വസുധൈവ കുടുംബകം. അയം നിജ പരോവേത്തി ഗണനാലഘുചേതസാം ഉദാരചിത്താനാം തു വസുധൈവ കുടുംബകം. അത് ഇത് എന്ന് പറഞ്ഞ് വേർതിരിക്കാനൊന്നും പറ്റൂല. എന്റെ ഹിന്ദു സഹോദരന്മാരുണ്ടെങ്കിൽ കേൾക്കുക, ഒന്നും ഭേദങ്ങൾക്ക് വിധേയമാക്കുന്നില്ല ഇന്ത്യ. മറിച്ച് എല്ലാം ഒരു കുടുംബം പോലെ ജീവിക്കണം എന്നതാണ്. ഈ പ്രപഞ്ചം, ഈ ഭൗതിക ജീവിതം, ഈ ഭൂമി അതൊരു കുടുംബമാണ്. അയം നിജ പരോവേത്തി ഗണനാലഘുചേതസാം ഉദാരചിത്താനാം തു വസുധൈവ കുടുംബകം. ഉദാരചിത്തയുള്ള മനുഷ്യന്മാർക്ക്, നല്ല മനുഷ്യന്മാരുടെ ചിന്ത, ഈ ഭൂമി ഒക്കെ ഒരു തറവാടെന്നാണ്. അവിടെ ഒന്നും ഭേദമില്ല, ഒന്നും ഭേദമില്ലെന്ന് പറഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്ന വർഗങ്ങളാണ്, ഉമ്മത്തുകളാണ് ഈ ജന്തുജാലങ്ങളെന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകൻ. ആ മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ സൂക്ഷിച്ചു നടക്കണേ. എന്തുകൊണ്ടെന്നാൽ ഫഇന്നഹാ ഉമ്മക്കും, ഭൂമി നിങ്ങളുടെ മാതാവാണ്, നിങ്ങളുടെ ഉമ്മയാണ്. ഭൂമി നിങ്ങളുടെ മാതാവാണ്. മാത്രമല്ല, ഭൂമിയിൽ എന്തു ചെയ്താലും അത് ഭൂമി തിരിച്ചു പറഞ്ഞു തരും. അതപ്പോ നടക്കുന്നത് ഭൂമി തിരിച്ചടിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഭൂമി തിരിച്ചടിക്കാൻ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ലൈസ അഹദുൻ ആമിലുൻ അലൈഹാ ഖൈറൻ ഔ ശർറൻ, നന്മയായാലും തിന്മയായാലും ഭൂമിയിൽ എന്തു ചെയ്തോ ഇല്ലാ വഹിയ മുഖ്ബിറത്തുൻ, അത് തിരിച്ചു പറഞ്ഞു തരുക തന്നെ ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂൽ. ഇന്ന്
ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ചെയ്തു വെച്ച എല്ലാ പ്രവൃത്തിയുടെയും ദുരന്ത ഫലങ്ങൾ ഇങ്ങനെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ എമിഷൻസ്, അത് പുറത്തുവിട്ടുകൊണ്ടുണ്ടാകുന്ന ഈ പരിസ്ഥിതിയുടെ നാശത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ മുഴുവൻ ചകഞ്ഞാൽ വികസനത്തിന്റെ പേരിൽ മനുഷ്യനുണ്ടാക്കിയെടുത്ത പ്രവർത്തനങ്ങൾ ഫലമായി മനുഷ്യന്റെ ദുരയും സ്വാർത്ഥതയും കൊണ്ടുണ്ടായി തീർന്ന അധാർമികതകളാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ തുഫ്സിദു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. എങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാക്കരുത്? നിങ്ങൾ അധർമ്മം പ്രവർത്തിച്ച് കുഴപ്പമുണ്ടാക്കരുത്. സയ്യിദുന മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, കള്ളു കുടിച്ചാൽ, സ്ത്രീയുടെ പിന്നാലെ പോയാൽ, സമൂഹത്തിൽ സമ്പത്ത് തട്ടിപ്പറിച്ചാൽ, വലിയ അർത്ഥത്തിലുള്ള കൊലപാതകങ്ങളുടെയും യുദ്ധങ്ങളുടെയും കാലം വന്നാൽ ഭൂമിയുടെ ഫസാദാണ് കാരണമെന്ന് മഹാനായ ഇമാം റാസി ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതുന്നു. മറ്റു മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു, ലാ തുഗബ്ബിറുൽ മാഅൽ മഈൻ, ലാ തുഫ്സിദു എന്നതിന്റെ അർത്ഥം ശുദ്ധജലം നിങ്ങൾ അശുദ്ധമാക്കരുത്, മലിനമാക്കരുത്. വലാ തഖ്തഉ ശജറൽ മുസ്മിർ, നിങ്ങൾ ഫലം കാക്കുന്ന മരങ്ങൾ വെട്ടിയേക്കരുത്. അതൊന്നും ചെയ്യരുത്. മരം വെട്ടിയാൽ, വെള്ളം മലിനമാക്കിയാൽ ആ മലിനജലം കൂടുന്തോറും ഭൂമിയിൽ നാശമുണ്ടാകുന്നു, ഭൂമിയുടെ നാശം കാരണമാകുന്നു. ശുദ്ധജലത്തിന്റെ ഒഴുക്കിനു വേണ്ടി മഹാരാഷ്ട്രയിലെ വലിയ കിണറുകളിലേക്ക് കൊച്ചുമക്കൾ പോലും ഇറങ്ങിയിട്ട് അതിന്റെ പൊത്തിലെവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് നോക്കുന്ന അത്രമേൽ ഭീകരമായ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പാലക്കാട് ജില്ല കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശമാണെന്നാണല്ലോ അല്ലേ? ഈ ജില്ലയാണ് പാലക്കാട് ജില്ല. പക്ഷെ കൊപ്പത്ത് വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ? ഉണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. എപ്പോഴാ കുഴപ്പമുണ്ടാവും അല്ലാഹു ആലം. പണ്ട് ഇത് ആഫ്രിക്കയിലാണെന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പോ മഹാരാഷ്ട്രയിലാണ്, പാലക്കാടാണെന്ന് പറയാണ് അല്ലേ? ഞാൻ എന്റെ പള്ളിയിലേക്ക് പോകാൻ വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങി പോണ സമയത്ത് ഒരു നാടോടി സ്ത്രീ കുഞ്ഞിനെ ഇങ്ങനെ കഴുത്തിലിട്ട് കെട്ടിയിട്ട്, ആ കുഞ്ഞിനെ ആ തള്ള ഒരു ചെറിയ തുണിയിലിട്ട് പൊതിഞ്ഞ് കെട്ടിയിട്ട് ആ നാടോടി സ്ത്രീ പൈപ്പിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് വെള്ളം കുടിച്ചിട്ട് തലയിലേക്ക് ഇങ്ങനെ ഒഴിക്കാനുണ്ട്. അപ്പൊ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഒരു ജീവൻ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമം, അതിന്റെ കുഞ്ഞ് അതിങ്ങനെ കെട്ടിവെച്ചിട്ട് അതിങ്ങനെ തളർന്ന് നടക്കണ കാണുമ്പോൾ ആലോചിക്കണം, ജീവനുകൾ ഇന്ന് പ്രശ്നമാകുന്ന ചൂട്. അല്ലാഹുവേ, ഈ ചൂട് നീ എത്രയും പെട്ടെന്ന് ശമിപ്പിക്കണമേ. ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, നാട് നന്നായിട്ട് നിങ്ങൾ അത് കലക്കാൻ പോരുത്. നാട് നന്നായിട്ട് കലക്കാൻ പോരുത്. ഏത് പണിയും നാട് നന്നായിട്ട് കലക്കുന്നതൊക്കെയും ഇതാണ്. നാട് നന്നായിട്ട് കലക്കാൻ പോകണ്ട. വദഊഹു ഖൗഫൻ വതമഅ, നിങ്ങൾ പേടിച്ചും ആഗ്രഹിച്ചും നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണം. എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്യണം, എപ്പോഴും ചെയ്യണം ഇസ്തിഗ്ഫാർ. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ റളിയല്ലാഹു അൻഹു ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി മഴയ്ക്ക് വേണ്ടി ദുആർക്കണം. പക്ഷേ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഒരൊറ്റ പണിയേ ചെയ്തിട്ടുള്ളൂ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അങ്ങനെ കുറെ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് ആ പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാനന്തരം ആളുകളോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞപ്പോ ഇതുപോലെ മഹാനായ അമീറുൽ മുഅ്മിനീനോട് ആളുകൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്തേ അങ്ങ് ഇതിനു വേണ്ടി കൂടിയത് മഴയ്ക്ക് വേണ്ടിയുള്ള തേട്ടത്തിനാണല്ലോ, പക്ഷേ എന്തേ അങ്ങ് മഴ തേടാതിരുന്നത്? അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, മഴ തേടണ്ടടോ, മഴ തേടുന്നതിനേക്കാളും പ്രധാനമാണ് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ മഴ വരും. മഴ വരും. ഏത് വേണം അതിന്? ഇസ്തിഗ്ഫാർ ചെയ്യണം, അസ്തഗ്ഫിറുല്ലാ കൂട്ടണം. മഹാനായ ഇമാം ഹസനുൽ ബസ്രി തങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ ഒരാൾ ചെന്നു, എന്നിട്ട് പറഞ്ഞു, കൃഷിയിടങ്ങൾ മുഴുവൻ വറ്റി വരണ്ടു പോകുന്നു, കൃഷി എത്ര ചെയ്തിട്ടും ലാഭമാകുന്നില്ല, അതുകൊണ്ട് പ്രിയപ്പെട്ട തങ്ങളെ അങ്ങൊന്ന് ദുആ ചെയ്യണം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒരൊറ്റ കാര്യമേ ചെയ്തിട്ടുള്ളൂ. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാ അധികരിപ്പിച്ചോളൂ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അയാൾ പോയി. പിന്നൊരാൾ വന്നു. അയാൾ പറഞ്ഞു, എത്ര കാലായിരുന്നോ കുട്ടികളില്ല, ഇതുവരെ മക്കളില്ലാത്തതിന്റെ പേരിൽ ദ്വാർപ്പിക്കാൻ വേണ്ടി വന്നതാണ്, അങ്ങ് ദുആ ചെയ്യണം, അങ്ങ് എനിക്കെന്തെങ്കിലും പറഞ്ഞു തരണം. അപ്പോഴും ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളൂ. അയാളും പോയി. മൂന്നാമത് മറ്റൊരാൾ വന്നു. അയാൾ പറഞ്ഞു,
എത്ര കാലമായി കച്ചവടം ചെയ്യുന്നു, പക്ഷേ നഷ്ടത്തിലാണ്. എത്ര ചെയ്തിട്ടും ക്ലച്ച് പിടിക്കുന്നില്ല. കച്ചവടം മുഴുവനും നഷ്ടത്തിലാണ്. അതുകൊണ്ട് ലാഭമുണ്ടാകാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം, അങ്ങ് എന്തെങ്കിലും പറഞ്ഞു തരണം. അപ്പോഴും ഹസൻ ബസ്രി പറഞ്ഞു, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് നിങ്ങൾ അധികരിപ്പിക്കൂ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ശിഷ്യൻ പതുക്കെ ചെവിയിലൊന്ന് ചോദിച്ചു, അല്ലെങ്കിലും ഉസ്താദ് ഒരൊറ്റ മൂലി മാത്രമാണല്ലോ എല്ലാവർക്കും. രോഗി വന്നതിന് വിവിധ ആവശ്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ രോഗിക്കാകപ്പാട് ഒരൊറ്റ മൂലിയേ ഉള്ളൂ, അസ്തഗ്ഫിറുല്ലാഹ്. ഇപ്പോഴൊക്കെയാണെങ്കിൽ ഒരുപാട് ഒറ്റ എഴുതി കൊടുക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ നല്ല വലിയ സൂഫിയാവുള്ളൂ. വലിയ സൂഫിയാവണെങ്കിൽ ഒരുപാട് എഴുതി കൊടുക്കണമെന്നാണ് ആളുകൾ ധരിച്ചത്. പക്ഷെ ഹസൻ ബസ്രി പറഞ്ഞ ഒരൊറ്റ പണിയുള്ളൂ, അസ്തഗ്ഫിറുല്ലാഹ്. ഇപ്പൊ സൂഫിസം പോയി അവസാനം ഭരണകൂടത്തിന്റെ ഒക്കെ മുമ്പിൽ പോയി തല ഉഞ്ചു നിൽക്കുന്ന സൂഫിയായി ഇന്ന് പുതിയ സൂഫി, അല്ലേ? ഇന്ത്യയിലെ സൂഫിയെക്കുറിച്ച് ഇന്ത്യയിൽ പ്രബോധനം നടന്നത് സൂഫികളെ കൊണ്ടാണ് എന്ന് ഗാന്ധിജി അദ്ദേഹത്തിന്റെ യങ് ഇന്ത്യയിൽ പറയുന്നത് കാണാം. My association to the noblest Musliman has taught me that Islam has been spread not by the sword but the prayerful love of unbroken series of fakirs and Sufis എന്ന് പറയുന്നുണ്ട് ഗാന്ധിജി. ഞാൻ എന്റെ പഠനം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് എന്റെ പഠനം നടന്നത് ഇസ്ലാം വാളുകൊണ്ടല്ല പ്രചരിച്ചത്, സൂഫിയെ കൊണ്ടാണ്. The prayerful love of unbroken series of fakirs and Sufis. ഈ സ്നേഹധന്യമായ പരമ്പരയിലൂടെയാണ് ഇസ്ലാം പടർന്നത്. പക്ഷെ ആ സൂഫി ഭരണകൂടത്തിന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്ന സൂഫിയല്ല. ആ സൂഫികൾ ഒരിക്കലും ഭരണകൂടങ്ങൾ വിളിച്ചപ്പോ ചെന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ത്യ കണ്ട പ്രഗത്ഭരായ ഭരണാധികാരികൾ ചെരുപ്പിടാതെ നടന്നു ചെന്നത് അജ്മീറിലേക്കാണ്. മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മുമ്പിലേക്ക്. ഞാൻ പറഞ്ഞ ഇന്ദിരാഗാന്ധി ഒരിക്കൽ മഹാനായ ഹസൻ നദ്വി സാഹിബിനെ, അബുൽ ഹസൻ അലി നദ്വി സാഹിബിനെ വിളിച്ചു. നദ്വി സാഹിബ് പറഞ്ഞു, ഞങ്ങൾക്ക് ആ പണിയില്ല, ഞങ്ങളുടെ പ്രത്യേകത ഭരണാധികാരികൾ ഇങ്ങോട്ട് വരലാണ്. അവസാനം ഇന്ദിര ബഹുമാന്യനായ നദ്വി സാഹിബിന്റെ വീട്ടിലേക്ക് ചെന്നു. അതാണ് ഇന്ന് ശരിക്കും RSSന്റെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട പുതിയ സൂഫിസമാണ് നമ്മൾ കണ്ട ഇന്ത്യയിലെ സൂഫി സമ്മേളനം. RSSന്റെ രാഷ്ട്രീയ അജണ്ടയാണ്. ഞാൻ ആ പറഞ്ഞത് തിരിച്ചെടുക്കാത്ത വിധം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ കാണാം. ഇല്ലെങ്കിൽ നമുക്കൊക്കെ ജീവിക്കുമെങ്കിൽ, അള്ളാഹു ആയുസ് തരുമെങ്കിൽ അന്ന് പറഞ്ഞു തരാം. RSSന്റെ രാഷ്ട്രീയ അജണ്ട, ഇന്ത്യയിൽ RSS ചിലതൊക്കെ ദേശീയവൽക്കരിക്കാൻ വേണ്ടി ആലോചിക്കുന്നു. അതിൽ പ്രധാനമാണ് സൂഫിസം. ഇന്ത്യയിൽ കടന്നുവന്ന സൂഫിസത്തെ RSS ഇന്ത്യനൈസേഷൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി നടന്നതാണ് ആ സൂഫി സമ്മേളനം. ശുദ്ധ രാഷ്ട്രീയ തട്ടിപ്പിന് വേണ്ടി കെട്ടും കെട്ടിപ്പോയവൻ തിരിച്ചു ചിന്തിക്കുകയാണെന്നില്ലെങ്കിൽ സമുദായത്തോട് തിരിച്ചു പറയേണ്ടി വരും. ആ കാലം വരും എന്നേ ഞാനിപ്പോ സൂചിപ്പിക്കുന്നുള്ളൂ. സമുദായത്തോട് പറയണ്ട, അല്ല അത് പറയില്ല, അവൻ അങ്ങനെ പറയില്ലല്ലോ, അങ്ങനെ പറഞ്ഞ ചരിത്രമില്ലല്ലോ. എന്ത് പഴച്ചാലും പറയേണ്ട ഒരു ഗതിക്ക് ഒരു സ്വഭാവത്തിലേക്ക് അവർ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് പറയുന്നു. പക്ഷേ ഞാൻ പറയുന്നു, ഇത് രാഷ്ട്രീയ അജണ്ടയാണ്. മഹാനായ സയ്യിദുനാ ഹസൻ അൽ ബസ്രി, നമ്മളവിടെയാണ്. മഹാനായ സയ്യിദുനാ ഹസൻ അൽ ബസ്രി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവകൾ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത ഒറ്റമൂലിയല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുത്ത ഒറ്റമൂലിയാണ്. എന്തുകൊണ്ടെന്നാൽ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും, ഞാൻ എന്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. ഇന്നഹു കാന ഗഫാറാ, അള്ളാഹു ധാരാളം പൊറുത്തു തരുന്നവനാണ്. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹാനായ പ്രവാചകൻ പറയുന്നു, അങ്ങനെ നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ആകാശത്തെ അല്ലാഹു മഴയായി തരും. വയുംദിദുകും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്തും മക്കളെയും അല്ലാഹു സഹായമായി തരും. വയജ്അൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് കൃഷിയിടങ്ങളും തോട്ടങ്ങളും അല്ലാഹു സൃഷ്ടിച്ചു തരും. വയജ്അൽ ലക്കും അൻഹാറൻ, നിങ്ങൾക്ക് അരുവികൾ ഒരിക്കലും വറ്റാത്ത തരത്തിൽ അല്ലാഹു സൃഷ്ടിച്ചു തരുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നാവുകൊണ്ട് പറയുന്നത് ഉദ്ധരിക്കുന്നു. ഈ പറഞ്ഞ എല്ലാം ഉണ്ടാവും. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ തമ്പുരാനോട് ഇസ്തിഗ്ഫാർ ചെയ്യാം. ഈ കാലം ഖൗഫൻ വതമഅൻ, അല്ലാഹുവിനോട് ദുആർക്കേണ്ട കാലമാണ്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്വയം വിചിന്തനം ചെയ്ത്
തിരിച്ചറിഞ്ഞ് പാപമോചനം തേടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദ്വാരക്കുകയും റബ്ബിനോട് കൈയുയർത്തി പറയണം, അല്ലാഹുവേ, ഈ ആകാശം ഇനിയും കനിയാൻ നീ നിന്റെ പരിശുദ്ധമായ ഔദാര്യം നീ ഞങ്ങൾക്ക് തരണമേ എന്ന് ദ്വാരക്കണം. കാരണം അദാബുകൾ ഇറക്കുമ്പോൾ അല്ലാഹു കാണാൻ മുസ്തഗ്ഫിരീങ്ങൾ ഉണ്ടായാൽ അല്ലാഹു അദാബുകളെ മാറ്റിവെക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അദാബിറക്കാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ കണ്ടത് എന്റെ പള്ളിയുടെ പരിപാലകരെയും എന്നെ ഇരുട്ടിന്റെ ഗർഭത്തിലിരുന്ന അർദ്ധരാത്രിയിൽ എന്നോട് പാപമോചനം ചെയ്യുന്ന ആളുകളെയും എന്റെ വിഷയത്തിൽ മാത്രം യോജിച്ചു പോകുന്ന മുഅ്മിനീങ്ങളായ സുഹൃത്തുക്കളെയും കണ്ടപ്പോൾ ഞാൻ അദാബ് മാറ്റിക്കളഞ്ഞു എന്ന് അല്ലാഹു പറയുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെയാണത്? ഇന്നി അഹുമ്മു അലാ അഹ്ലിൽ അർളി അദാബൻ, ഞാൻ ഭൂമിയിൽ അദാബ് ഇറക്കാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ കണ്ടത് ഫലമ്മാ നദർതു ഇലാ ഉമ്മാരി മസാജിദി, എന്റെ പള്ളിയുടെ പരിപാലകരെ കണ്ടപ്പോ, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാരി, അർദ്ധരാത്രിയിൽ ആരും കാണാത്ത സമയത്ത്. അഭിയന്തനായ ഓയമുസ്തങ്ങൾ നമ്മുടെ ഈ സദസ്സിന്റെ പ്രാർത്ഥനാ സമ്മേളനത്തിന് വേണ്ടി വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാരി, അർദ്ധരാത്രിയിൽ ആരും കാണാത്ത നേരത്ത് എന്റെ മുമ്പിലേക്ക് കയ്യുയർത്തി നിൽക്കുന്ന മുസ്തഗ്ഫിരീങ്ങൾ, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർ, പൊറുക്കലിനെ തേടുന്നവർ. വൽ മുതഹാബ്ബീന ഫിയ, എന്റെ വിഷയത്തിൽ ഒരുമിച്ച് കൂടിയതായ അല്ലാഹുവിന്റെ തൃപ്തിയിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയവരായ സുഹൃത്തുക്കൾ, അവരെ കണ്ടപ്പോ സറഫ്തു ദാലിക അൻഹും, ഞാൻ അദാബ് അവരിൽ നിന്ന് മാറ്റിക്കളഞ്ഞു എന്ന് അല്ലാഹു പറയുമെന്ന് സയ്യിദുനാ മുഹമ്മദുൻ. അപ്പോ നല്ല വണക്കത്തോടെ ദുആ ചെയ്യേണ്ട സമയത്താണ് നമ്മളുള്ളത്. ഇല്ലെങ്കിൽ ചൂട് കൂടും, വരൾച്ച കൂടും. ഇനി വരൾച്ചയ്ക്ക് ശേഷം പെരുമഴ പെയ്താലും പേടിക്കണം. ഇപ്പോ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ ഗവൺമെന്റ് പ്രത്യേകം അതിനുവേണ്ടി മാത്രമായി ദുരന്ത നിവാരണ പരിപാടി അറേഞ്ച് ചെയ്യുമ്പോൾ വലിയ മഴയും വലിയ പ്രകൃതിക്ഷോഭവും വരുമെന്ന് പേടിപ്പിക്കുന്നു. ഇതൊക്കെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, നമ്മൾ ദീനിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അള്ളാഹു പഠിപ്പിക്കും എന്ന് സൂചിപ്പിക്കാനാണ്. എന്റെ സഹോദരന്മാർ, മുതഅല്ലിമീങ്ങൾ, നമ്മളൊക്കെയും അള്ളാഹുവിനെ പേടിച്ചു ജീവിക്കാൻ ഇതൊരവസരമായി കാണണമെന്നാണ്. എന്തൊക്കെ വിശുദ്ധ ഖുർആനും വിശുദ്ധ റസൂലും പറഞ്ഞു അതൊക്കെ സംഭവിക്കാൻ എല്ലാം വരുന്നു. ഒരിക്കൽ ഹബീബായ റസൂൽ, ഞാൻ നിർത്താൻ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, എപ്പോഴാണ് നബിയെ ഖിയാമന്നാൾ? അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖിയാമന്നാളിന്റെ ഡേറ്റ് ഞാൻ പറയില്ല, പക്ഷെ ഒന്ന് പറയാം, അതിന്റെ കുറെ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിൽ ഒന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ, ഒന്ന് തഖാറുബു സാ, സമയം ഇങ്ങനെ അടുത്തടുത്ത് വരാൻ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെയാണ് പോയതെന്നാണ് എന്റെ ധാരണ, പക്ഷെ നാളെ 2 ദിവസം കഴിയുമ്പോൾ വരാണ്. അങ്ങനെയാണ്. ഈ കഴിഞ്ഞ 2015 കഴിഞ്ഞ് 2016 ഇനി എപ്പോഴോ, ഇനി 2017 വരും, നമ്മൾ അറിയണില്ല. സമയം അടുത്തു വരാണ്. തഖാറുബു സാ, സമയം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. സമയമില്ല, ഒന്നിനും സമയമില്ല. സുബഹി കഴിഞ്ഞ് നമ്മൾ ഇതുവരെ എത്തി, സമയമില്ല ഒന്നിനും. മറ്റൊന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഖാറുബുൽ അസ്വാഖി, ചന്തകളും അടുത്തടുത്ത് വരുമെന്ന് മുഹമ്മദ് നബി. അതാണ് വല്ലാത്തൊരു അത്ഭുതം. ഞാനിങ്ങനെ ആലോചിച്ചു പോവാ, ഈ ചന്ത അടുത്ത് വരാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കൊപ്പത്തൊരു മാർക്കറ്റ് ഉണ്ടെന്നല്ല. ഒരു മാർക്കറ്റും ഇല്ലാത്ത കാലത്ത് ഉക്കാല ചന്തയും ബദറു ചന്തയും സിറിയയിലെ ചന്തയും മാത്രമുണ്ടായിരുന്ന അത്രേ അറബി സമൂഹത്തിന് പരിചയമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള കാലത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് തഖാറുബ്, അതായത് ഒന്നൊന്നിനോട് ചെയിൻ പോലെ കെട്ടിബന്ധിതമായി ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന തരത്തിലാണ് തഫാഉൽ. അതാണ് തഫാഉൽ. അങ്ങനെ ബന്ധിച്ചു പോകുന്ന തരത്തിലുള്ള മാർക്കറ്റുകൾ വരും, അതായത് ചെയിൻ മാർക്കറ്റുകൾ. ബോംബെയുടെ മാർക്കറ്റ് ഇടിഞ്ഞാൽ അപ്പോ അറിയും ദുബൈ മാർക്കറ്റ്, വാഷിംഗ്ടണിലെ മാർക്കറ്റ് ഇടിഞ്ഞാൽ അപ്പോ അറിയും ചൈനയിലെ മാർക്കറ്റ്. അതെല്ലാം ചെയിൻഡാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ഈ മാർക്കറ്റുകൾ ഒരുമിച്ച് കൂടുന്ന കാലം വരാനുണ്ട് എന്ന്. അത് കേട്ടപ്പോ സ്വഹാബി ചോദിച്ചു, എന്താ നബിയെ ഈ മാർക്കറ്റൊക്കെ കൂടി തഖാറുബാവെന്ന് പറഞ്ഞാൽ അവർക്ക് പിടിയിട്ടില്ല, അത് വല്ലാത്തൊരു ഇക്കണോമിക്സ് ആണല്ലോ.
അത് നമ്മുടെ മൻമോഹൻ സിംഗിന് മാത്രം അറിയണ എക്കണോമിക്സ് ആണ്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. അത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ വമാ തഖാറുബുൽ അസ്വാഖി യാ റസൂലല്ലാഹ്. നബി ആ സംഭവം വിശദീകരിച്ചില്ല. എന്താ വെച്ചാൽ അതൊരു ഇക്കണോമിക്കൽ പിന്നെ രഹസ്യം എന്ന നിലയിൽ റസൂലുള്ളാഹി വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കസാദുഹാ കസാദുഹാ. സുബ്ഹാനല്ലാഹ്, അതെന്നെ വലിയ അത്ഭുതമാണ് കൂട്ടരെ. നമ്മുടെ വലിയ അത്ഭുതമാണ് ഇതൊക്കെ കാണുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മാന്ദ്യം വരും, മാന്ദ്യം വരും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഗൾഫ് റിവേഴ്സ് ഗിയറിലേക്ക് പോകുന്നു എന്ന് കേൾക്കുന്നു. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഗൾഫ് റിവേഴ്സ് ഗിയറിലേക്ക് പോകുന്നു പറയുമ്പോൾ നമുക്ക് പേടിയുണ്ട് അല്ലേ? അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതേ, ആഗോള മാന്ദ്യം ഇനിയും രക്ഷപ്പെടാനാവാത്ത വിധം വലുതാകുന്നു എന്ന് തന്നെയാണ്. ഇനിയും ആഗോള മാന്ദ്യത്തിൽ നിന്നതായത് ഗ്ലോബൽ റിസഷനിൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം അത് വിപുലാകാരിയായ ഒരു കണ്ണി പോലെ അതൊരു ഭീകരമായ രൂപമായി മാന്ദ്യം വലുതാകുന്നു എന്ന് തന്നെയാണ് ആഗോള സാമ്പത്തിക ശാസ്ത്രകാരന്മാർ പറഞ്ഞു തരുന്നത്. ഓസോൺ കുട തകരുന്നു എന്ന് പറയും പോലെ തന്നെ, അതായത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ അവസാന കാലത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമായി ഗ്ലോബൽ റിസഷനും വരുന്നു, അതായത് ആഗോള സാമ്പത്തിക മാന്ദ്യം. അതിനാ പുണ്യനബി പറഞ്ഞത് എല്ലാ മാർക്കറ്റും കൂടി ഒന്നാകും, അവസാനം അതെല്ലാം കൂടി സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പതിക്കും. അന്ന് ഖിയാമത്ത് നാളിന്റെ ലക്ഷണം കണ്ടോളൂ എന്ന് സയ്യിദുനാ മുഹമ്മദുൻ. അപ്പൊ എല്ലാം ഇങ്ങനെ വരുന്നുണ്ട്, എല്ലാം വരുന്നു. നാസ പറയുന്നു, നാസയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം പറയുന്നു, ഈ ഭൂമി ഉൾപ്പെടെയുള്ള സൗരയുധ ഗ്രഹങ്ങൾ ഇപ്പോ ചലിച്ചുകൊണ്ടിരിക്കുന്നതിന് നേരെ വിപരീതമായി ചലിക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് രണ്ടാമത് ഇങ്ങോട്ട് കറങ്ങാൻ തുടങ്ങുമെന്നാണ്, ഒരു റിട്രോഗ്രൈഡ് മോഷൻ ഉണ്ടാകുമെന്ന്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഭൂമിക്ക് സംഭവിച്ചാൽ നാസ ഇങ്ങനെ പറയുന്നു, അത് സ്വഹീഹ് മുസ്ലിമോ സ്വഹീഹുൽ ബുഖാരിയോ അല്ല, പക്ഷേ ഇന്നത് വലിയ സിഹത്തോടുകൂടെ ആളുകൾ അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പറയട്ടെ, ആ നാസയുടെ ബഹിരാകാശ ഗവേഷണം പറയുന്നത് ഈ ഭൂമിയുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് തകർന്നു പോകുന്ന പോലെ ഒരു അഭൂതപൂർവമായ കൊടുങ്കാറ്റടിക്കാനും സാധ്യതയുണ്ട്. അതോടെ ഭൂമിക്ക് നാശമുണ്ടാകും, ഈ ഭൂമി ഒരു തിരിഞ്ഞുകറങ്ങലുണ്ടാകും. എന്നു പറഞ്ഞാൽ ഇപ്പോഴുദിക്കുന്ന കിഴക്കൻ സൂര്യൻ അസ്തമാന ചക്രവാളത്തിൽ ഉദിക്കുന്ന കാലം വരുമെന്ന് നാസ പറഞ്ഞു എന്ന് തന്നെ പഠിക്കണം. അപ്പൊ എന്താവും സംഭവം? അസ്തമാന ചക്രവാളത്തിൽ സൂര്യോദയം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മുഹമ്മദ് നബി പറഞ്ഞ അവസാനത്തെ സമയം തൊണ്ടയിൽ റൂഹ് വരുന്നത് പോലെ ഖിയാമിന്റെ ഏറ്റവും ഒടുക്കത്തെ സമയവും വരും എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. അതിന്റെ സിഹത്ത് എനിക്കറിയില്ല, പക്ഷേ നാസ റിട്രോഗ്രേഡ് മോഷനെ കുറിച്ച് പറയുന്നു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എത്രയോ മുമ്പ് പറഞ്ഞു സയ്യിദുനാ മുഹമ്മദുൻ. അപ്പോ എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഈ പാരമ്പര്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ, അതെന്തും പഠിക്കാൻ ഞാൻ വിശദീകരിക്കില്ല. ഒരുപാട് വിഷയങ്ങൾ അത് സംബന്ധമായി പറയാൻ എന്റെ മനസ്സിൽ വരുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. ഒരുപാട് പഠനം എന്ന് പറയുന്നതിന്റെ വികസിതമായ രൂപം ഇസ്ലാമിന്റെ ചരിത്രത്തേക്ക് എടുത്താൽ ഒരുപാട് അഭിമാനത്തോടെ പറയാനാവും. ഏതായാലും അതൊക്കെയും ഉൾക്കൊണ്ട് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അർഹമർ റഹീമീൻ, ഈ കൊടും വരൾച്ചയിൽ നിന്ന് നമുക്കായി അനുഗ്രഹത്തിന്റെ മഴ വർഷിക്കാൻ അല്ലാഹു നമുക്ക് ഔദാര്യം ചെയ്തു തരുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.